ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചത്, ഇവിടെ വന്നിരിക്കുന്ന അനേകരുടെ ഹൃദയത്തിൽ പുറത്ത് കാണുമ്പോൾ വലിയ ചിരിയാണ്. നല്ല വസ്ത്രം, സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിമാരായിട്ട് ഇവിടെ ഇരിക്കുന്നു. പക്ഷേ ഹൃദയങ്ങൾ വളരെ വേദനയോടെ ഇരിക്കുന്ന ഹൃദയങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയാണ്. ആ നൊമ്പരം കൊണ്ട്, ആ വേദനയുള്ള ജനത്തിനോട് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. നിങ്ങൾ വന്നതുപോലെ ഒരിക്കലും നിങ്ങൾ തിരിച്ചു പോകുകയില്ല. നിങ്ങൾ കാലിപാത്രമായി ഇവിടെ വന്നു എങ്കിൽ എൻ്റെ ദൈവം ഒരിക്കലും കാലിപാത്രത്തെ തന്നെ തിരിച്ചയക്കുവാൻ അവൻ ഒരു നാളും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയങ്ങൾ എത്ര വേദന കൊണ്ട് ഇവിടെ വന്നാലും ശരി, നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് ആരാധന കഴിഞ്ഞ് ഭവനത്തിലോട്ട് പോകുമ്പോൾ ഒരു നിറവിന്റെ അനുഭവമല്ല, നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം ഇന്നെന്റെ ദൈവം ചില ജനത്തോട് ദൂത് മുഖാന്തരം സംസാരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അനേകർക്ക് വേദനയാണ്. ഞാൻ ജനിച്ച് ഇത്ര വർഷങ്ങളായി, എൻ്റെ പ്രായം ഇത്രയായി, പക്ഷേ ഇതുവരെയും എൻ്റെ വേദന എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. എൻ്റെ ജനനത്തിൽ എന്താണ് ദൈവത്തിന് ഉള്ളത്? വാട്ട് ഈസ് ദ യൂസ് ഫോർ ഗോഡ് ഹാവിങ് ക്രിയേറ്റഡ് മീ? എന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവത്തിന് എന്താ മഹത്വം ഉള്ളത്? Because most of your life or half of your life, ജീവിതത്തിന്റെ പകുതി ജീവിതവും കഴിഞ്ഞത് ദുഃഖത്തിന്റെയും പ്രയാസത്തിലും നൊമ്പരത്തിലാണ് കഴിഞ്ഞത്. ഇപ്പോൾ ദൈവദാസൻ ഓരോ ആഴ്ചകൾ പറയാറുണ്ട്, നമ്മൾ രാജാക്കന്മാരാണ്, നമ്മളെ കൊണ്ട് ദൈവത്തിന് പലതും പ്രയോജനമുണ്ട്, പ്രായം ഒരു വിഷയമല്ല എന്ന് ദൈവത്തിന്റെ ദാസൻ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും പ്രായമായി, എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാമോ? എനിക്ക് ഒരു നല്ല പഠിത്തമില്ല, ഞാനൊരു നല്ല സ്കൂളിന്റെ പടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ദൈവദാസൻ പറയുന്നത് പോലെ, അല്ല ഈ ദൈവദാസി പറയുന്നത് പോലെ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാമോ എന്ന് പലവരും ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ഇരിക്കുന്നത്. ഞാൻ പാവപ്പെട്ടവൻ്റെ ഒരു ഭവനത്തിലാണ് ജനിച്ചത്. എൻ്റെ അപ്പന് വലിയ ബാങ്ക് ബാലൻസ് ഇല്ല, ഞാൻ നല്ല ഒരു പഠിത്തക്കാരിയല്ല, എന്നെ കണ്ടാ കൊള്ളത്തില്ല, ശോഷിച്ചും ക്ഷീണിച്ചുമാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാമോ? നിന്നെയാണ് എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന പാത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന് ഒരു പക്ഷെങ്കിലും നിന്നെ വേണ്ടായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. ഹല്ലേലൂയ. എന്ന് അധികം ഇൻട്രൊഡക്ഷനിലേക്ക് പോകാതെ സമയം ഉള്ളതുപോലെ ഉപയോഗിച്ചു കൊള്ളുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും യോഹന്നാൻ 2:1 മുതൽ, പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾസ് ടു St. John chapter 2 from 1 to 10 please. യോഹന്നാൻ 2:1 വരെ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിനെന്ന് പറഞ്ഞു. അവൻ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാർ അല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. Praise the Lord. ഇവിടെ യഹൂദന്മാരുടെ കല്യാണത്തെ പറ്റിയാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. I don't know if there are any Jewish people living here, പക്ഷേ എറണാകുളത്തിൽ
ഫോർട്ട് കൊച്ചി എന്നുള്ള സ്ഥലത്തിൽ ചില ജ്യൂസ് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ എറണാകുളം ആൾക്കാർക്കൊക്കെ കുറച്ച് ഈ യഹൂദന്മാരുടെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് കുറേയൊക്കെ മനസ്സിലാക്കും. പക്ഷേ ഐ ഡോണ്ട് നോ അബൌട്ട് യു. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ യഹൂദന്മാരുടെ പാരമ്പര്യം അത് എങ്ങനെയാണ്, അവരുടെ കസ്റ്റം എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കുറച്ച് ചിന്തിക്കാം. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഒരു യഹൂദന്മാരുടെ കല്യാണത്തിനാണ്. ഈ യഹൂദന്മാരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണപ്രായമായ വീട്ടിൽ കല്യാണപ്രായം എത്തിയിരിക്കുന്ന ചെറുക്കന് കല്യാണം അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവന് തക്കതായ ഭാര്യ, അവന് യോഗ്യത ഉള്ള ഒരു ഭാര്യയെ കൊണ്ടുകൊടുക്കുന്നത് അവൻ്റെ അപ്പനായിരിക്കും. അപ്പോൾ ഈ യഹൂദ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ വലിയ സ്ഥാനമില്ല, ആൺപിള്ളേർക്ക് മാത്രമേ ഏറ്റവും വലിയ സ്ഥാനമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അപ്പൻ കഴിഞ്ഞാൽ മകൻ, പിന്നെ ഇങ്ങനെ ആൺമക്കൾ തലമുറകളാണ് അവിടെ ഇങ്ങനെ ഹെറിഡിറ്ററി വൈസ് ഇങ്ങനെ ഞങ്ങൾ ലീനിയേജ് അവർ ക്യാരി ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇവർ കല്യാണം കഴിക്കുമ്പോൾ ഒരിക്കലും ഇവരുടെ ജാതി അല്ലാതെ, ഈ യഹൂദ പാരമ്പര്യമല്ലാത്ത വേറൊരു ജാതിയിൽ നിന്നും ഒരിക്കലും ഒരു പെണ്ണന്വേഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല. അത് എന്താ എന്ന് ചോദിച്ചാൽ, ഈ യഹൂദ മതക്കാർ വേറെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിലും അവൾ ആരാധിക്കുന്ന ദേവന്മാരോ അല്ല അവൾ ആരാധിച്ചു വരുന്ന ദേവികളോ ഈ പാരമ്പര്യത്തിൽ മിക്സായി പോകാതെ ഇരിക്കുവാൻ വേണ്ടി ഇവർ വളരെയധികം സൂക്ഷിക്കും. അതുകൊണ്ട് ഇവരൊരിക്കലും വേറെ ഒരു ജാതിയിൽ നിന്നോ ഒരു മതത്തിൽ നിന്നോ ഇവർ കല്യാണം കഴിക്കത്തില്ല. ഇവർ കഴിച്ചാൽ വളരെ അടുത്തുള്ള റിലേറ്റീവ്സിൽ ആരെങ്കിലും അറിഞ്ഞ പെണ്ണിനെയോ അല്ല ചെറുക്കനെയോ ഇവർ അങ്ങനെ അറിഞ്ഞാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. പോട്ടെ, ഒരു പക്ഷെങ്കിലും ഒരു പെണ്ണിനെ ഈ ചെറുക്കൻ്റെ അപ്പൻ കണ്ട് ആ പെണ്ണ് അവരുടെ വീട്ടിലേക്ക് മരുമകളായിട്ട്, നല്ല യോഗ്യതയുള്ള ഒരു പെണ്ണാണ്, ആ വീടിനെ നല്ല രീതിയിൽ അവൾ കൊണ്ടുപോകും, അവരുടെ മകന് ഒരു യോഗ്യത ഉള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ സാമർത്ഥ്യക്കാരി ആയിരിക്കുന്ന ഭാര്യ ആയിരിക്കും എന്ന് ഈ അപ്പന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഈ പെണ്ണിൻ്റെ വീട് അന്വേഷിച്ച് വീട്ടിലേക്ക് കടന്നു പോകും. എന്നിട്ട് ആ പെണ്ണിൻ്റെ അപ്പന് ഒരു ഗിഫ്റ്റായി, ഇപ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഇപ്പം നമ്മൾ പറയുന്നത് ഡൗറി എന്നാണ്. പക്ഷെ ആ കാലങ്ങളിൽ ഡൗറി ഒരിക്കലും പെണ്ണ് വീട്ടുകാർ ആണ് വീട്ടുകാർക്ക് കൊടുക്കത്തില്ല. ആൺ വീട്ടുകാർ അവരുടെ അപ്പൻ കൊണ്ടുപോയി പെണ്ണ് വീട്ടിലെ അപ്പന് ഒരു ഗിഫ്റ്റായി പണം കൊടുക്കും. ഈ ഗിഫ്റ്റിൻ്റെ പേരാണ് മൊഹർ. ഇത് വിളിച്ചു പറയുന്നത്, ഈ മൊഹർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ പെണ്ണിനെ വേറെ ആരും കാണാൻ പാടില്ല. അവൾ ഓൾറെഡി ഒരു ചെറുക്കന് വേണ്ടി അവൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. അവൾ എൻ്റെ വീട്ടിലേക്ക് അവകാശപ്പെട്ട ഒരു പെണ്ണാണ്. അതുകൊണ്ട് ഇനി ഈ പെണ്ണിനെ ആർക്കും കാണിക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ മൊഹർ. അപ്പോൾ ഈ കാലങ്ങളിൽ പലവരുടെ വീട്ടിലൊക്കെ നമുക്ക് കാണാം, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചോദ്യമോ അന്വേഷണമോ ഒന്നും ആൺകുട്ടികൾ കാത്തു നിൽക്കാറില്ല. ആൺകുട്ടികളെന്നല്ല, ഇപ്പം പെൺകുട്ടികളും അതുപോലെ തന്നെ ആയിരിക്കുന്നു. എവിടെയെങ്കിലും ജോലി സ്ഥലത്തിൽ ഒരു പെണ്ണിനെയോ ഒരാണിനെയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ട് അവർ ചോദിക്കത്തൊന്നുമില്ല, അവർ അന്വേഷിക്കാനൊന്നും വിടത്തില്ല. അവർ പറയും, അമ്മ എനിക്ക് ഒരു പെൺകുട്ടിയെ എനിക്ക് പരിചയമുണ്ട്, ഇത്ര വർഷമായിട്ട് എനിക്ക് അവളെ നല്ല പരിചയമുണ്ട്, അവൾ നല്ല കുട്ടിയാണ്, എനിക്ക് അവളെ കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ പണ്ട് കാലത്തിൽ ഇതൊന്നും ഒക്കത്തില്ല. അപ്പൻ അന്വേഷിച്ച് അപ്പന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ പെണ്ണ് ആ വീട്ടിലേക്ക് വരത്തുള്ളൂ. ഇങ്ങനെ ലവ് മാരേജോ കണ്ട് ഇഷ്ടപ്പെടുന്നതോ ഒന്നും ആ കാലത്തിൽ നടപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണിന് മൊഹർ കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് പോലെയാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ എങ്കിലും ഈ പെണ്ണിൻ്റെ അപ്പന് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു അപ്പനാണെങ്കിൽ അദ്ദേഹം ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആടുമാടുകളോ
അല്ലെങ്കിൽ നിലമോ അല്ലെങ്കിൽ വേലക്കാരോ, ഇങ്ങനെ ഏതാണ് അദ്ദേഹത്തിന് ഇഷ്ടം ഈ പെണ്ണിന് കൊടുത്തു വിടാൻ, അന്ന് കൊടുത്തു വിടുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പെണ്ണിന് ഒരു അവകാശം ആ വീട്ടിലില്ല. അതുകൊണ്ട് ഇവള് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഈ പെണ്ണിൻ്റെ അപ്പൻ്റെ ഇഷ്ടമുള്ളത് പെണ്ണിന് കൊടുത്തു വിടും. അങ്ങനെയാണ് ഈ പാരമ്പര്യമായി ചെയ്തു വരുന്ന യഹൂദ മതത്തിലുള്ള ഒരു കല്യാണം. ഈ കാലത്തെ പോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയപ്പ, ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഗുഡ് ബൈ, ഇനി ഞാൻ ഈ വീട്ടിലേക്കില്ല, എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, ഇനി നാളെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാകും, അതുകൊണ്ട് ഞങ്ങൾ വേറിട്ട് താമസിക്കുകയാണ്, ഇനി ഞങ്ങളായി ഞങ്ങളുടെ കുടുംബമായി എന്ന് പറഞ്ഞ് ഒരു ഗുഡ് ബൈ പറഞ്ഞ് ഈ പിള്ളേർ വീട് വിട്ട് പോകത്തില്ല. അവരുടെ പാരമ്പര്യത്തിൻ്റെ കൾച്ചർ അവർ ഫോളോ ചെയ്യും. അവർ എത്ര തന്നെ ചെറിയ ഭവനമാണെങ്കിലും ഒരു മുക്കിലെങ്കിലും ഒരു മൂലയിലെങ്കിലും അവർ ഒതുങ്ങി നിൽക്കും. ഈ ചെറുക്കൻ ഒരിക്കലും വീട് വിട്ട് പുറത്തോട്ട് പോകത്തില്ല. ഇതാണ് യഹൂദർ ചെയ്തു വരുന്ന ഒരു കാര്യം. പിന്നെ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ ചെറുക്കന് ഇഷ്ടമായി, പെണ്ണിനെ അപ്പന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിയും. എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് ഒരു വലിയ ഗ്യാപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. 6 മാസത്തിൽ നിന്നും 1 വർഷവും വരെയുള്ള ഒരു വലിയ ലോങ് ഗ്യാപ്പാണ് ഇവർ കൊടുക്കുന്നത്. ഈ ഇടയിലാണ്, ഈ 6 മാസത്തിൽ നിന്നും 1 വർഷമുള്ള ആ ഇടയിലാണ് ഈ കല്യാണ പെണ്ണിനുള്ള കല്യാണ വസ്ത്രം, അല്ലെങ്കിൽ ആഭരണങ്ങൾ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, പിന്നെ ചെറുക്കൻ്റെ വസ്ത്രങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആഭരണത്തിനോ വസ്ത്രങ്ങൾക്കോ അല്ല. ഈ യഹൂദ മതക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വീഞ്ഞ് ഉണ്ടാക്കാൻ ആണ്. അപ്പോൾ ഈ വീഞ്ഞ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ വീഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. വീഞ്ഞുണ്ടാക്കാനാണ് ഏറ്റവും നീണ്ട സമയം അവരെടുക്കുന്നത്. കല്യാണത്തിൽ ഭക്ഷണത്തിന് കുറവ് വന്നാലും, അല്ല ഇറച്ചിക്കോ സാമ്പാറിനോ എന്തിന് കുറവ് വന്നാലും അവർ ഒരിക്കലും വീഞ്ഞ് കുറവ് ആകാനായിട്ട് അവർ ഒരിക്കലും സമ്മതിക്കാറില്ല. എന്താന്ന് വെച്ചാൽ ഒരു യഹൂദന്മാരുടെ കല്യാണത്തിൽ വീഞ്ഞ് കുറഞ്ഞു പോയാൽ പിന്നെ അത് മതി. ഈ ചെറുക്കൻ ജീവിതകാലം മുഴുവനും ഈ യഹൂദന്മാർ കൈ ചൂണ്ടി പറയും, കല്യാണത്തിന് ആരൊക്കെ വിരുന്നിന് വേണ്ടി വിളിച്ചുവോ അവരൊക്കെ പറയും, എടാ നിന്റെ കല്യാണത്തിലെ വീഞ്ഞ് കുറഞ്ഞു പോയല്ലേ, അല്ലെങ്കിൽ ഈ ചെറുക്കന് ഒരു പക്ഷെങ്കിലും പാവം നാളെ മുത്തശ്ശനാകാം. അപ്പൊ ആ കുട്ടീൻ്റെ അടുത്ത് പറയും, എടാ നിന്റെ മുത്തശ്ശനുണ്ടല്ലോ, നിന്റെ ഈ വട്ടാരത്തിൽ എല്ലാ സ്ഥലത്തിലും കല്യാണം നടന്നു, പക്ഷെ എല്ലാവരുടെ കല്യാണത്തിലും നല്ല വീഞ്ഞുണ്ടായിരുന്നു കുടിക്കാൻ, പക്ഷെ നിന്റെ മുത്തശ്ശന്റെ കല്യാണത്തിലുണ്ടല്ലോ അന്ന് വീഞ്ഞൊന്നും ഞങ്ങൾക്ക് മതിയായിരുന്നില്ല. അങ്ങനെ ജനങ്ങൾ കുത്തി കുത്തി പറയും. അപ്പോ എന്ത് കുറവ് വന്നാലും ഒരിക്കലും വീഞ്ഞിന് കുറവ് വരുവാൻ ഇവർ സമ്മതിക്കയില്ല. അത് ഏറ്റവും വലിയ നാണക്കേടാണ്. ഇപ്പോൾ ഈ വീഞ്ഞുണ്ടാക്കുവാൻ നമുക്കെല്ലാം അറിയാം, ഭരണിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് മുമ്പേ തന്നെ വലിയ വലിയ ഭരണിയിൽ ഇവർ വീഞ്ഞുണ്ടാക്കി അത് ശേഖരിച്ചു വെക്കും. ഭരണിയിൽ നിന്നും വീഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് ആ ഭരണിയോടെ വലിച്ചു കൊണ്ടുവന്ന് ജനത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അതിൽ ടംബ്ലറിട്ട് മുക്കിയിട്ടല്ല ഇവർ കൊടുക്കുന്നത്. പകരം അവിടെ നിന്നും ചില ജഗ്ഗിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നല്ല നല്ല ഷേപ്പിൽ ആ പാത്രങ്ങൾ, ഒരിക്കലും ഭരണി ഉണ്ടാക്കിയിരിക്കുന്ന അതേ മെറ്റീരിയൽ അല്ല. ഈ പാത്രങ്ങൾ പൊൻപാത്രങ്ങളും, പൊൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളും വെള്ളി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളാണ് മറ്റേ പാത്രങ്ങൾ. ആ പാത്രങ്ങളിലേക്ക് ഈ ഭരണിയിൽ നിന്നും ഈ പാത്രങ്ങളിലേക്ക് പകർത്തി ഈ പാത്രങ്ങൾ കൊണ്ടുവന്ന് മേശയിലേക്ക് വെക്കും. ഈ പാത്രങ്ങള് ഭരണീൻ്റെ അത്രയും വലുപ്പ ഉള്ള പാത്രങ്ങളല്ല. ഈ പാത്രത്തില് മാക്സിമം കപ്പാസിറ്റി 1 നിന്നും 5 ലിറ്റർ വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാത്രങ്ങളിൽ നിന്നുമാണ് കപ്പുകളിലേക്കോ അല്ലെങ്കിൽ ടംബ്ലറിലേക്കോ ഒഴിച്ച് ഇവര് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോ എൻ്റെ മെസ്സേജിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്,
കല്യാണത്തിന് വിളിച്ചിരിക്കുന്ന വിരുന്നുകാരെ അല്ല, കല്യാണത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന കല്യാണ പെണ്ണോ കല്യാണ ചെറുക്കനോ അല്ല. അവിടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം വിളമ്പുന്ന ഈ ചില പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളിൽ പൊന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളുണ്ട്, മറ്റേത് ഭരണിയുണ്ട്. ഇതൊന്നും അല്ല എൻ്റെ മെസ്സേജിൻ്റെ പ്രാധാന്യമെന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. പല പാത്രങ്ങൾ അവിടെ ഉണ്ട്, ഭരണിയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മേശപ്പുറത്ത് കാഴ്ചയ്ക്ക് വേണ്ടി വളരെ ഭംഗിയുള്ള, വളരെ വിലയുടുപ്പുള്ള മറ്റുള്ള പാത്രമുണ്ട്. ആ പാത്രത്തിൻ്റെ പറ്റിയല്ല ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. മറിച്ച് ഒടുവിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ ഒരിക്കലും വീഞ്ഞൊഴിക്കുവാൻ അവർ അകത്തോട്ട് എടുക്കാറില്ല. ഒരിക്കലും വീഞ്ഞ് ഒഴിക്കുവാനോ അതിന് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഈ പാത്രം എടുക്കുകയില്ല. ഈ പാത്രത്തിന്റെ സ്ഥാനം എവിടെയെന്ന് പറഞ്ഞാൽ അത് വീടിന്റെ പുറത്ത് ഒരു മൂലയിലേക്ക് ഒരു പാത്രത്തിന് സ്ഥലം കണ്ടുവച്ചേക്കും. ഈ പാത്രം എന്താണെന്നറിയാവോ? നമ്മുടെ വീടുകളിൽ സാധാരണമായി കോപ്പർ വെസലോ അല്ല അലുമിനിയം പാത്രമോ അല്ല വേറെ എന്തും കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റീൽ പാത്രമോ അല്ല. ഇത് മാർക്കറ്റിൽ നിന്നും കൊണ്ടുവരുമ്പോൾ തന്നെ, ഈ പാത്രം കൊണ്ടുവരുവാൻ പോകുമ്പോൾ തന്നെ ഇവർ തീരുമാനിച്ചേക്കും, ഇവർ നിശ്ചയിച്ച് വെച്ചേക്കും ഈ പാത്രത്തിന് സ്ഥാനം ഇവിടെ മതി എന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റിലേക്ക് ഇവർ പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ പാത്രം ഭാരമുള്ള പാത്രമാ. അതിനെ കൊണ്ടുവന്ന് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് ഇതിനെ വെക്കും. ഈ പാത്രത്തെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്നറിയാവോ? മറ്റേത് അകത്തിരിക്കുന്ന ഭരണിയെ പോലെ അല്ല ഇതിനെ കാണുവാൻ. മറ്റുള്ള മേശപ്പുറത്ത് കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്ന പൊൻകൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന പാത്രത്തെ പോലെ അല്ല ഇതിനെ കാണുവാൻ. ഇതിനെ കണ്ടാൽ പൊടി പിടിച്ചിരിക്കുന്ന പാത്രമാ. പുറത്തു കൂടി ഒന്ന് കയ്യിന് നല്ലതുപോലെ ഒന്ന് തേച്ച് മിനുക്കാം, അല്ലെങ്കിൽ തേച്ച് ഈ പാത്രത്തെ കഴുകാമെന്ന് പറഞ്ഞാൽ ഇത് കഴിയാത്ത ഒരു കാര്യമാ. ഒരു പക്ഷെങ്കിൽ കൈ വേണയിൽ കുത്തിക്കേറാം, അല്ലെങ്കിൽ കീറിപ്പോ മുറിയും. ഇതിന് പ്രത്യേക ഒരു നല്ല ഷേപ്പ് ഒന്നുമില്ല, ഇതിന് വലിയ വിലയുമില്ല. ഈ പാത്രമാണ് കൽപാത്രം. ഹല്ലേലൂയ. ഈ കൽപാത്രത്തെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം ഈ പാത്രത്തിന് ആ സ്ഥാനമേ ഉള്ളൂ. എൻ്റെ ഭാഷയിൽ പറയണമെന്ന് വെച്ചാൽ ആയുഷ്കാലം മുഴുവനും. എന്നാ ഈ പാത്രം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നുവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്താൽ ഈ പാത്രം പൊട്ടിപ്പോയാൽ മാത്രമേ ഇതിനെ മാറ്റത്തുള്ളൂ. അതുവരെയും ഈ പാത്രത്തിന്റെ സ്ഥാനം അവിടെയാ. അതല്ല എങ്കിൽ ഈ പാത്രത്തിന് സ്ഥാനം വല്ല കിണറിൻ്റെ അരികില. എന്താണെന്നറിയാവോ? അത്ര ഈസിയായിട്ട് ഈ പാത്രത്തെ കൊണ്ടുപോകുവാനൊന്നും കഴിയത്തില്ല. ഈ പാത്രത്തെ ഉപയോഗിക്കുന്നത് വെറും വെള്ളം ഒഴിച്ച് വെക്കാനാണ്. മാന്യ കാര്യങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കത്തില്ല. ഹീന കാര്യങ്ങൾക്ക് മാത്രം, ചില കാര്യങ്ങൾ കഴുകിയെടുക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഇത്. ഇത് മുഴുവനും വെള്ളം നിറച്ച് വെക്കും. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഒരു വീട്ടിൽ ഒരു വിരുന്നുകാരൻ വരുന്നു എങ്കിൽ ആ വിരുന്നുകാരന് ഓടിപ്പോയി ആ വീട്ടിലേക്ക് കയറുവാൻ പാടില്ല. യഹൂദ മതപ്രകാരം ഈ യഹൂദന്മാർ കാല് കഴുകാതെ വീട്ടിലേക്ക് കയറത്തില്ല. ഇവര് നടന്നു വരുമ്പോൾ റോട്ടില് ഇവരുടെ കാലുകൾക്കും കൈകളിലൊക്കെയും പൊടി പിടിച്ച് അഴുക്ക് മാത്രം കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കാലുകൾ കൊണ്ടുപോയി ഈ കൽപാത്രത്തിന്റെ അടുത്ത് പോയിട്ട് അവരുടെ തുണി ഒന്ന് പൊക്കി പിടിച്ച് കാലുകളൊക്കെയും പൊടി പിടിച്ചിരിക്കുന്ന കാലുകളെ കഴുകി കളയാനാണ് ഈ പാത്രം ഉപയോഗിക്കുന്നത്. അത് ഏത് പണക്കാരനായാലും ശരി,
ഏത് പാവപ്പെട്ടവനായാലും ശരി, ഇവൻ ഈ പാത്രത്തെ ഉപയോഗിക്കുന്നത് ഇവൻ്റെ പൊടി പിടിച്ച കാലുകളെ കഴുകുവാൻ വേണ്ടിയാണ്. ഇവൻ ഈ പാത്രത്തെ അന്വേഷിച്ച് പോകും. അല്ലാതെ ഈ പാത്രത്തെ അന്വേഷിക്കുവാൻ ആരും പോകാറില്ല. ഈ പാത്രത്തെ ഒരിക്കലും ഒരു വീട്ടിൻ്റെ ഉള്ളിലോട്ട് യാതൊരു ആവശ്യത്തിനും കൊണ്ടുപോകത്തില്ല. ഈ പാത്രത്തിൻ്റെ സ്ഥാനം പുറത്താ. ചില പാത്രങ്ങൾ ഇവിടെ ഉണ്ട്, അകത്തൊരിക്കലും സ്വീകരിക്കപ്പെടത്തില്ല. നിന്റെ സ്വന്തം കുടുംബത്തിൽ നീ സ്വീകരിക്കപ്പെടത്തില്ല. നിന്റെ സ്ഥാനം എപ്പോഴും ഈ കൽപാത്രത്തെ പോലെ പുറത്താ. നിന്നെ ആവശ്യത്തിന് വേണ്ടി മാത്രം വിളിച്ചേച്ച് നിന്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ തൂക്കി എറിയപ്പെടുന്ന പോലെ ചില കൽപാത്രങ്ങൾ ഇവിടെ ഉണ്ട്. ദൈവാത്മാവിന് നിന്നോടാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കുവാനുള്ളത്. ഇന്ന് പ്രാധാന്യം കല്യാണ ചെറുക്കണോ കല്യാണ പെണ്ണിനോ അവളിട്ടിരിക്കുന്ന ആഭരണത്തിന് അല്ല ഇന്ന് പ്രാധാന്യം. ഹല്ലേലൂയ. ഈ പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ, പൊടി പിടിച്ച കാലുകളെയും കയ്യേനെയും വന്ന് ആ കാലുകളെയും കയ്യിനെ കഴുകുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഈ കൽപാത്രത്തെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് സംസാരിക്കുവാനുള്ളത്. ഹല്ലേലൂയ. ഇന്ന് വന്നതൊരിക്കലും നഷ്ടമല്ല. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളെ, നിന്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അറിയുന്ന ഒരു നാഥനുണ്ട്. അവൻ അറിയാം നിന്റെ സ്ഥാനം നിന്റെ ഭവനത്തിൽ എവിടെയാണ്, നിന്റെ കുടുംബത്തിൽ നിന്റെ സ്ഥാനം എവിടെയാണെന്ന് എന്റെ നല്ല ഇടയനെ അറിയാം. അതുകൊണ്ട് നീ വന്നതൊരിക്കലും വൃഥാവായി പോയില്ല, വെറുതെ ആകയില്ല. പുറത്ത് കാണുമ്പോൾ ശമൂവേൽ പ്രവാചകനെ കണ്ടതുപോലെ പുറമേ കാണുമ്പോൾ എല്ലാറ്റിനും യോഗ്യതയാ. ഹൃദയം കാണുന്നത് ദൈവമാണ്. ഇന്ന് പുറമേ നീ കാണുന്നത് പോലെയല്ല, നിന്റെ ഹൃദയത്തിലൊന്നുണ്ട്. ആ വേദനയെ കാണുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തെ കാണുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഓരോ പകൽ ആകുമ്പോൾ രാത്രിയാകണമേ എന്നുള്ള പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. അനേകർക്ക് കടബാധ്യത. പകലാകുമ്പോൾ ഈ കടക്കാരൻ വന്ന് ഉപദ്രവിക്കുമോ, അവന്റെ വായിൽ നിന്നിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേൾക്കണമോ എന്ന് അറിയാതെ തെറ്റിൽ കുടുങ്ങിപ്പോയി. പകൽ കാണുമ്പോൾ ഭയമാണ്. എന്നെങ്ങനെങ്കിലും രാത്രിയായാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സഹോദരിമാർ ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് സംസാരിക്കുന്നത് നിന്നോടാണ്. ഈ ദൂത് നിനക്കുള്ളതാണ്. ഓ, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മൂടുപടമിട്ട് ഇന്ന് മൂടി നടക്കേണ്ട. എൻ്റെ രക്തം നിനക്ക് വേണ്ടി ഞാൻ ചിന്തിക്കഴിഞ്ഞു. ഇനി മറ്റുള്ളവർക്കൊക്കെ ചിന്തിച്ചാൽ എന്നെ കണ്ടാൽ അവർ എന്ത് ചിന്തിക്കുമെന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എഴുന്നേറ്റ് നിൽക്കാനൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചില സാഹചര്യങ്ങൾ മുഖാന്തരം ചില തെറ്റുകളിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പൊ പുറം ലോകം കാണുവാൻ ഭയമാ. പുറത്തുള്ള ആളുകളെ നോക്കുമ്പോൾ കുറച്ചില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സഹോദരി ദൈവത്തിൻ്റെ ആത്മാവാൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ പാപത്തെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇനി ആരുണ്ട് നിന്നെ ചൂണ്ടിക്കാട്ടുവാൻ? എൻ്റെ യേശു നിനക്ക് വേണ്ടി രക്തം ചിന്തിക്കഴിഞ്ഞു. ഇനി നിനക്ക് ആര് ചിന്തണം? ഹല്ലേലൂയ. കടഭാരം മുഖാന്തരം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. എപ്പോ കടക്കാരൻ വന്ന് അവന്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ
കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മുറിയെ പുറത്ത് ലോക്ക് ചെയ്ത് ബാക്ക് ഡോറിൽ കൂടി അകത്ത് പോയി മുറിയിലിരിക്കുന്ന സഹോദര, നിന്നോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് അറിയിക്കുന്നത്. ഈ വർഷം നിനക്കുള്ളതാണ്, ഈ വർഷം നിനക്കുള്ളതാണ്. പഴയ വർഷങ്ങളെ പോലെ അല്ല. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളെ പോലെ നീ ഭയന്നും വിറച്ചും കഴിയേണ്ട ഒരു വ്യക്തിയെ അല്ല. നിനക്ക് വേണ്ടി ചിലത് എൻ്റെ ദൈവം ഈ പുതിയ വർഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒന്നും കൂടി നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-10 വരെയും. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിനെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയ ശേഷം മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മതി. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, യേശുവും ശിഷ്യന്മാരും ആ കല്യാണത്തിൽ, ഞാൻ വളരെ ചുരുക്കത്തിൽ പറയട്ടെ, യേശുവും ശിഷ്യന്മാരും ആ കല്യാണത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് വീഞ്ഞ് തീർന്നു പോയി എന്ന് യേശുവിൻ്റെ മാതാവായിരിക്കുന്ന മറിയയ്ക്ക് അത് മനസ്സിലായി. അങ്ങനെ മറിയ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, വീഞ്ഞ് തീർന്നു പോയി. മറിയയ്ക്ക് എങ്ങനെ മനസ്സിലായി വീഞ്ഞ് തീർന്നു പോയ കാര്യം? അപ്പം നമ്മൾ അത്രയും അടുത്ത ബന്ധത്തിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ എന്തുണ്ട് അല്ല ഒരു വീട്ടിൽ എന്തില്ല എന്ന് അറിയുന്നത്. അത്രത്തോളം ഒരു ബന്ധത്തിൽ ഉണ്ടാകണം. അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മറിയക്ക് മനസ്സിലായി അവിടെ വീഞ്ഞുണ്ട് ഇല്ല. ഇപ്പം യേശുവിൻ്റെ അരികിൽ പോയിട്ട് മറിയ ഇങ്ങനെ പറയുന്നു, വീഞ്ഞ് തീർന്നു പോയി. അപ്പം നമുക്കറിയാം യേശു ഇതിൻ്റെ മുമ്പേ യാതൊരു മിറക്കിൾസും ഒരു അത്ഭുതങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ മറിയ അവിടെ പോയി യേശുവിൻ്റെ അടുത്ത് വീഞ്ഞ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. വീഞ്ഞാണല്ലോ ഒരു യഹൂദ പരമ്പര പ്രകാരം ഒരിക്കലും വീഞ്ഞ് തീരുവാൻ പാടില്ല. തീർന്നു പോയാൽ വലിയ അപമാനമാണ്. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയാണ്, തൻ്റെ ഹൃദയമാണ് മറിയ പകരുന്നത്. മോനെ യേശുവേ, ഇവിടെ അനേക ഗസ്റ്റുകൾ പലവരും വന്നു. അവരൊക്കെയും വന്ന് വീഞ്ഞ് നന്നായി കുടിച്ചു. ഇനിയും അനേകർ വന്നിട്ട് കാത്തിരിക്കുക. ഇനിയും പലവർ വരാനുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടുകാരെ നമുക്ക് നന്നായി അറിയാലോ. ഈ വീട്ടുകാർ വിഷമിക്കും. വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഒരു കുത്തായി മാറും. അതുകൊണ്ട് അവര് ചൂണ്ടിക്കാട്ടും ഈ ചെറുക്കനെ, ഈ വീട്ടുകാരെ അവർ വളരെയധികം നാണം കെടുത്തും. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ് എന്ന് ആണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മറിയ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരോട് നോക്കിയിട്ട് പറയുന്നത്, യേശു നിങ്ങളോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് നിങ്ങൾ ചെയ് എന്ന് പറയുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണി. സാധാരണമായി വീഞ്ഞ് ഉണ്ടാക്കുന്നത് ഭരണിയിലാണ്. അപ്പോൾ യേശുവിനോട് മറിയ വന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയി, നീ എന്തെങ്കിലും ചെയ് എന്ന് പറഞ്ഞേച്ച് മറിയ പോകുന്നു. യേശുവിന് വേണമെങ്കിൽ വലിയ വലിയ ഭരണികളാണ് അവിടെ ഉള്ളത്. വേണമെങ്കിൽ ഈ ഭരണിയിലൊക്കെയും നിങ്ങൾ വെള്ളം നിറയ്ക്ക് എന്ന് യേശുവിന് പറയാമായിരുന്നു. അല്ല എങ്കിൽ
മേശപ്പുറത്ത് ഈ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളിലാണ് അടുത്തത് വീഞ്ഞ് പകർത്തി വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ അവിടെ തന്നെ ആളുകളൊക്കെ വന്ന് അവരുടെ മുമ്പിൽ ഈ കാണുന്ന കാഴ്ച കാണുവാൻ തക്കവണ്ണം നല്ല ഭംഗിയായി നല്ല സുന്ദരമായി അടുക്കി വെച്ചിരിക്കുന്ന ഈ പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും അവിടെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ യേശുവിന് ആ മേശൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട്, എന്താന്ന് വെച്ചാൽ അത്ര വില ഉടുപ്പുള്ള പാത്രങ്ങളല്ലേ, എന്തിനാ അകത്തിരിക്കുന്ന ഭരണിയിൽ പോയി വെള്ളം ഒഴിക്കേണ്ടത്, വേണമെങ്കിൽ ഇവിടെ തന്നെ ആ അത്ഭുതത്തെ നമുക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവന്ന് ഈ പാത്രത്തിന്റെ അകത്ത് ഒഴുക്കി എന്ന് യേശു പറഞ്ഞില്ല. ഈ അകത്ത് വെച്ചിരിക്കുന്ന ഭരണിയിലോ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കുന്ന പൊൻപാത്രങ്ങളിലോ വെള്ളിപ്പാത്രങ്ങളിലല്ല യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞത്. മറിച്ച് പുറത്ത് തള്ളപ്പെട്ടിരിക്കുന്ന പരുപരുക്കൻ പുറമുള്ളത്, ഒരു വിലയും ഇല്ലാത്തത്, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത പുറം തള്ളപ്പെട്ട ചില പാത്രങ്ങളുണ്ട്. അത് വെറും കാലിൽ പൊടികളെ കഴുകി കളയുവാൻ മാത്രം ഉപയോഗിക്കുന്ന പാത്രമുണ്ട്. ആ പാത്രത്തെ ആർക്കും ശ്രദ്ധയിൽപ്പെട്ടില്ല. മറിച്ച് എൻ്റെ അരുമനാഥനായിരിക്കുന്ന യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞത് ഈ പുറം തള്ളപ്പെട്ടിരിക്കുന്ന ആ കൽപാത്രങ്ങളുടെ മേലെ ആയിരുന്നു. ഹല്ലേലൂയ. അകത്ത് വേറെയും ചില പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങൾ ഒത്തിരി ഭംഗിയാ. ആ പാത്രങ്ങൾ ചില സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളാ. ഇതിനൊക്കെ വലിയ വില ഉടുപ്പുള്ള പാത്രങ്ങളാ. ഈ പാത്രങ്ങളെ കൊണ്ടുപോയി ഒരിക്കൽ പോലും കാല് കഴുകുവാൻ ഇവർ ഉപയോഗിക്കത്തില്ല. ഈ പാത്രങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് പോയിട്ട് പൊന്നുകൊണ്ടും വെള്ളിയും കൊണ്ടും ആണ് ഈ പാത്രങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും വീണ്ടും ഇതിനൊരു ഭംഗി വരുത്തണമെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് പോയിട്ട് വേണമെങ്കിലും ഈ പാത്രത്തിന്റെ മേലെ വേണമെങ്കിൽ റൂബീസ് കൊണ്ടോ അല്ല പേൾസ് കൊണ്ടോ അല്ല എമറൽഡ്സ് കൊണ്ടോ അല്ല ഡയമണ്ട് സ്റ്റോൺ കൊണ്ടോ ഇനിയും അതിനേക്കാൾ വിലയുള്ള കല്ലുകൾ കൊണ്ട് വേണമെങ്കിൽ പതിപ്പിച്ചുമുണ്ടാകാം. അത്രത്തോളം ഭംഗിയുള്ള പാത്രങ്ങളാത്. ഈ പാത്രങ്ങളെ വെക്കുവാൻ ചില സ്ഥാനങ്ങളുണ്ട്. ഈ കൽപാത്രത്തെ പോലെ വലിച്ചെറിഞ്ഞ് വെക്കത്തില്ല. ഈ പാത്രം വെക്കുവാൻ ചില സ്ഥാനങ്ങളുണ്ട്. ഇതിനെ മേശപ്പുറത്ത് മാത്രമേ വെക്കത്തുള്ളൂ. ആളുകൾക്ക് അത് കാഴ്ചക്ക് നല്ലതായത് കൊണ്ട്, നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായത് കൊണ്ട്, ഇത് കാണുവാൻ കൊള്ളാവുന്ന നല്ല സ്റ്റൈലൻ പാത്രങ്ങളായത് കൊണ്ട് ഇവകൾ ജനങ്ങൾ വരുമ്പോൾ ആകർഷിക്കുന്നത് പോലെ ആ പാത്രങ്ങളെ കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില പാത്രങ്ങളാണ്. അനേക ആളുകളുടെ അറ്റൻഷൻ ഡ്രോ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഭംഗിയുള്ള പാത്രങ്ങൾ. കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ, ജനം വന്നു കഴിഞ്ഞാൽ ചെറുക്കൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമോ കല്യാണ പെണ്ണിട്ടിരിക്കുന്ന സാരിയോ അല്ല അവൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളോ അല്ല ജനം കാണാൻ വരുന്നത്. ഇവർ വരുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ വെച്ചിരിക്കുന്ന ഈ പാത്രങ്ങൾ ഇങ്ങനെ കണ്ടാൽ നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല അഴകായ പാത്രങ്ങളെയാണ് ഈ കാണുവാൻ ഭംഗിയായി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഈ പാത്രത്തെ മറ്റു പാത്രങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ. മറ്റുള്ള സ്റ്റീൽ പാത്രങ്ങളോ അലുമിനിയം പാത്രങ്ങളോ വെച്ച് കഴുകുന്ന പോലെയല്ല ഈ പാത്രത്തെ കഴുകുന്നത്. ഈ പൊൻപാത്രത്തെയും വെള്ളിപ്പാത്രത്തെ കഴുകുവാൻ തന്നെ പ്രത്യേക ആളുകളുണ്ട്. ഇതിനെ കെയർ ചെയ്യുവാൻ തക്കവണ്ണം വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക സ്ത്രീയോട് പറഞ്ഞു വെച്ചേക്കും. അത് വേലക്കാരി ആയിരിക്കത്തില്ല, കുടുംബത്തിലൊരു സ്ത്രീ ആയിരിക്കും. അവളോട് പറയും,
ഈ പാത്രത്തെ കഴുകി തേച്ച് മിനുക്കി അതിനെ ഉണക്കി നല്ല തുടച്ച് എന്നിട്ട് കൊണ്ടുപോയി വെക്കേണ്ട കബോർഡുകളോ അല്ല ഷോക്കേസുകളോ അവർ കാണിച്ചു കൊടുക്കും. മറ്റുള്ള പാത്രങ്ങളെ പോലെ അല്ല ഈ പാത്രം. മറ്റുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അത്ര ഈസിയായി ഉപയോഗിക്കുന്ന പാത്രവും അല്ല. ഈ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ചില പ്രത്യേക ഗസ്റ്റുമാർക്ക്, വിരുന്നുകാർക്ക് മാത്രമേ ഈ പാത്രങ്ങളെ പുറത്തെടുക്കുകയുള്ളൂ. അത്രയ്ക്കും വിലയുടുപ്പുള്ള ഒരു പാത്രമാണ്. കർണാടകയിൽ ബാംഗ്ലൂരിൽ ഞാൻ ജനിച്ചു വളർന്നത് കൊണ്ട് അവിടെ ഒരു ജാതിയുണ്ട്. അവര് ഈ ഗൗഡർ ജാതി എന്ന് പറയും, ഗൗഡാമാർ. ആ ഗൗഡറിന്റെ കൾച്ചർ പ്രകാരം ഇങ്ങനെയാണ് അവർ ചെയ്തു വരുന്നത്. ഒരു വീട്ടിൽ ഗൗഡറിന് എന്ന് പറഞ്ഞാൽ ആ ജാതിയിൽപ്പെട്ടവർക്ക് ഒരുപാട് ആഭരണങ്ങളാണ്. അവർ ഇട്ട് നടക്കുമ്പോൾ തന്നെ കഴുത്തൊക്കെ ഇങ്ങനെ തൂങ്ങിയാ നടക്കുക. അത്രയ്ക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരായി ഈ ഗൗഡർ. ആണുങ്ങളെ കണ്ടാലും വലിയ വലിയ ചങ്ങല ഇട്ടിരിക്കും. അപ്പൊ അവർ ഇട്ടോണ്ട് നടക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇത്രയും ആഭരണം ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ എത്രങ്ങാണ്ടും ഉണ്ടാകും. ഇവർ ബാങ്കിലൊന്നും വെക്കത്തില്ല. ബാങ്കിനെ വലിയ വിശ്വാസമൊന്നും ഇവർക്കില്ല. ഇവരുടെ വീട്ടിൽ തന്നെ നല്ല ലോക്കറെ പോലെ നല്ല വലിയ കബോർഡുകൾ ഉണ്ടാക്കി വീടിൻ്റെ ഒരു റൂമിൻ്റെ അകത്തുള്ള റൂമിലേക്കാണ് ഈ ലോക്കർ വെക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാവോ? ഇവരുടെ മൂത്ത മകൻ കല്യാണം കഴിച്ച് ഒരു നല്ല സാമർത്ഥ്യക്കാരിയായിരിക്കുന്ന ഭാര്യയാണ് അവൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ അമ്മായി അമ്മ, ഈ സ്ത്രീ എന്ത് ചെയ്യുമെന്നറിയാവോ? ആദ്യം ചെയ്യുന്നത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വില കൊടുപ്പിരിക്കുന്ന പട്ടുസാരികൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ, അല്ലെങ്കിൽ അവർ കൂടുതലും ഉപയോഗിക്കുന്നത് വെള്ളിപ്പാത്രങ്ങൾ, ഇതൊക്കെയാണ് ആ കബോർഡിൽ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ലോക്ക് ചെയ്തേച്ച് ഇവർ ആ കീ അല്ലെങ്കിൽ താക്കോൽ കൂട്ടം കൊണ്ടുപോയിട്ട് വേറെ എവിടെങ്കിലും വെക്കുവോ അല്ലെങ്കിൽ തളയാനൻ്റെ അടിയിൽ വെക്കുവോ ഒന്നും ചെയ്യത്തില്ല. ഈ കൊലുസ് ഉള്ള ഒരു സാധനമുണ്ട്, ഇത്രയും വലിയ കീ ചെയിന. അത് ഏത് നേരം ചിങ് 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 എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിലാണ് ഈ താക്കോൽ കൂട്ടം മുഴുവനും കോർത്ത് വെക്കുന്നത്. അപ്പോൾ ഇവർ നടക്കുമ്പോഴെല്ലാം ഈ സാധനം കിടന്ന് ഇങ്ങനെ ആടും. അവര് ഈ താക്കോൽ കൂട്ടം എടുത്ത് ഇടുപ്പിൻ്റെ അകത്ത് ചൊരിയേച്ച് പുറത്ത് ഈ ഭംഗിയുള്ള ഈ ചിലങ്ങ പോലത്തെ ഒരു കീ ചെയിനെ അവർ ഹാങ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഈ യഹൂദ പാരമ്പര്യ പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഇവർ വിലയുള്ള സാധനങ്ങളൊക്കെയും പൂട്ടിയിട്ടേച്ച് എന്നിട്ട് ആ താക്കോൽ കൂട്ടത്തെ എടുത്ത് ഇവിടെ ഇടുപ്പിലേക്ക് ഒന്ന് ചെരുകും. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും പറയുന്നത്? Is it interesting? Do you all want to know what is Jewish culture? Is it very interesting? Praise the Lord. Okay. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? കൽപാത്രം, ആദ്യം പറഞ്ഞത് ഭരണി, വീഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണി. അടുത്തത് ഇതിനെ പകർത്തി ഇത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പാത്രമുണ്ട്. അത് പൊന്നുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളും വെള്ളി കൊണ്ടിരിക്കുന്ന പാത്രങ്ങളിലാണ് ഈ വീഞ്ഞ് പകർത്തിയേച്ച് കൊണ്ടുവന്ന് മേശയിൽ വെക്കുന്നത്. പിന്നീട് മൂന്നാമത് ഒരു പാത്രത്തെ ആണ് നമ്മൾ കണ്ടത്. അത് കൽപാത്രമാണ്. ആ പാത്രത്തിൽ ആരും വീഞ്ഞൊഴിച്ച് വെക്കാറില്ല. ഈ പാത്രം എപ്പോഴും വീടിൻ്റെ പുറത്താണ്. പക്ഷേ ഈ നല്ല ഭംഗിയുള്ള പാത്രത്തിനും ഈ കൽപാത്രത്തിനും വലിയ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഭംഗിയുള്ള നല്ല സുന്ദരമായിരിക്കുന്ന പാത്രത്തിൽ 1 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ ഈ കപ്പാസിറ്റിയെ ഇതിൽ ഉൾക്കൊള്ളാൻ പെടത്തുള്ളൂ. പക്ഷേ എങ്കിലും ഈ പുറത്ത് വെച്ചിരിക്കുന്ന കൽപാത്രം ഉണ്ടല്ലോ, ഇത് ചെറിയ പാത്രമൊന്നും അല്ല. ഇതിൽ 20 gallons to 30 gallons, അതായത് 114 ലിറ്റർ ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുവാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ഈ കൽപാത്രം. അപ്പോൾ
ഈ ഭംഗിയായിരിക്കുന്ന സ്റ്റൈലനായിരിക്കുന്ന പാത്രത്തിന്റെ മേലെയൊന്നും എൻ്റെ യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞില്ല. മറച്ച് പുറത്ത് തള്ളപ്പെട്ടിരിക്കുന്ന, എനിക്ക് വേണ്ട, അതിൻ്റെ സ്ഥാനം അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് തള്ളപ്പെട്ടിരിക്കുന്ന പാത്രത്തിന്റെ മേലെയാണ് എൻ്റെ യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞത്. നമ്മൾ വചനത്തിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇങ്ങനെ തള്ളപ്പെട്ട പാത്രങ്ങളെ അനേകരെ നമുക്ക് വചനത്തിൽ കാണാം. ബൈബിൾ വായിക്കുമ്പോൾ തൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ അനേകരെ തള്ളിക്കളയുന്ന അവസ്ഥയിലിരിക്കുന്ന ചിലവരെ നമുക്ക് കാണാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജോസഫ് ഉണ്ട്, മൊർദെഖായ് ഉണ്ട്, ഇഫ്താഹ് ഉണ്ട്, what you call as ജെഫ്ത in English. അത് കഴിഞ്ഞാൽ മെഫിബോശേത്ത് ഉണ്ട്, മാത്രമല്ല ദാവീദ് ഉണ്ട്. ഇങ്ങനെ പല പല വ്യക്തികൾ നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്കറിയാം. സ്വന്തം കുടുംബത്തിൽ സ്വന്തം മാതാപിതാക്കൾ അടക്കം അവർക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ഭവനത്തിൽ ഈ തള്ളപ്പെട്ട പാത്രത്തെ പോലെ തന്നെ, ഈ തള്ളപ്പെട്ട കൽപാത്രത്തെ പോലെ തന്നെ ഇവരുടെ ജീവിതവും അനേകരുടെ ജീവിതം തള്ളപ്പെട്ടതായി നമ്മൾ കാണുകയാണ്. നമ്മൾ ദാവീദിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം കുറച്ച് ചിന്തിക്കാം. ദാവീദ് നമുക്കറിയാം 150 സങ്കീർത്തനത്തിൽ 75ഓളം സങ്കീർത്തനം എഴുതിയത് ഈ ദാവീദാണ്. കുറച്ച് സങ്കീർത്തനങ്ങൾ ശലോമോനും പുത്രന്മാരും മോശയും ഇങ്ങനെ പലരുമാണ് എഴുതിയത്. പക്ഷേ ഏകദേശം പകുതിയോളം എഴുതിയത് ഈ ദാവീദാണ്. നമുക്ക് ദാവീദിനെ വളരെ പരിചയമുണ്ട്. ഏത് സഭയിൽ പോയാലും എവിടെ പോയാലും എല്ലാവരും സംസാരിക്കുന്നത് ദാവീദും യോസേഫും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വി ആർ ഓൾ വെരി വെൽ വേഴ്സ്ഡ് ഇൻ ഡേവിഡ്. ദാവീദിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാമെങ്കിൽ, ദാവീദ് ഇശായിയുടെ കുടുംബത്തിൽ 8ാമനായാണ് ദാവീദ് ജനിച്ചത്. ദാവീദിന്റെ മൂത്ത 3 സഹോദരന്മാരായിരിക്കുന്ന ഏലിയാബ്, അബിനാദാബ്, ശിമെയി, ഇങ്ങനെ 3 മൂത്ത സഹോദരന്മാർ സോളിന്റെ സോൾജർ ആകുവാൻ, അല്ലെങ്കിൽ നല്ല ബാറ്റിൽ നല്ല വീരന്മാരാകുവാൻ തക്കവണ്ണം ഈ ഇശായി കൊണ്ടുപോയി ശൗലിന്റെ ഈ ക്യാമ്പില് കൊണ്ടുപോയി ചേർത്തു. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ഒരു വേർതിരിവായി. ഈ 8 ആൺമക്കൾ ഉണ്ടായിട്ടും മൂത്ത 3 ആൺമക്കളെ മാത്രം ഈ അപ്പൻ കൊണ്ടുപോയി നല്ല ജോലിക്ക് ചേർത്തു. അവർ നല്ല വീരന്മാരായി തീരുവാൻ വേണ്ടിയിട്ട് അപ്പൻ അവിടെ തന്നെ ഒരു വേർതിരിവ് മക്കൾ തമ്മിൽ കാണിച്ചു. ദാവീദിന്റെ സഹോദരന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ദാവീദിനെ വലിയ പ്രിയമായിരുന്നു അവർക്ക്. അങ്ങനെയാണെങ്കിൽ ദാവീദിനെ ഒരിക്കൽ ദാവീദിന്റെ അപ്പനായിരിക്കുന്ന ഇശായി ദാവീദിന്റെ കയ്യില് ഭക്ഷണവും കുറച്ച് കാര്യങ്ങളും കൊടുത്തേച്ച്, നീ പോയി നിന്റെ സഹോദരന്മാർക്ക് ഇത് കൊടുത്തേച്ച് അവര് ക്ഷേമമായി ഇരിക്കുന്നോ എന്ന് നീ നോക്കിയേച്ചുവാ എന്ന് പറഞ്ഞ് ദാവീദിനെ ഇശായി പറഞ്ഞു വിടുന്നു. നമുക്ക് 1 സാമുവേൽ 17th ചാപ്റ്ററിൽ നമുക്ക് വായിക്കുമ്പോൾ, എടുത്ത് വായിക്കേണ്ട, യു ക്യാൻ ഗോ ഹോം ആൻഡ് റീഡ്. അതിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ദാവീദ് ആ യുദ്ധഭൂമിയിൽ എത്തിയപ്പോൾ ദാവീദിന്റെ ഒരു കയ്യില് നല്ല ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെയും ഉണ്ട് സഹോദരന്മാർക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ. അപ്പോൾ ദാവീദ് ഇത് കൊണ്ടുവന്ന് ആ യുദ്ധഭൂമിയിൽ വന്നപ്പോൾ ദാവീദ് കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരു വശത്തിൽ വലിയ ആജാനുബാഹു ആയിരിക്കുന്ന ഗോലിയാത്തും, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തും, അവന്റെ കൂട്ടത്തിൽ അനേക ഫിലിസ്തീയരും. മറ്റൊരു വശത്തിൽ നോക്കുമ്പോൾ ഭയന്ന് മുട്ടെല്ലാം ഇടിച്ച് പേടിച്ചു വിറച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കൾ മറ്റൊരു വശത്തും. അതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നു രാജാവായിരിക്കുന്ന ശൗലും ഉണ്ട്. പോരാത്തതിന് ദാവീദിന്റെ 3 സഹോദരന്മാരും ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ കണ്ടേച്ച് ദാവീദ്
ഇങ്ങനെ ഭക്ഷണം കൊണ്ട് ഇങ്ങനെ അവരുടെ നടുവിലേക്ക് അവരുടെ ഇടയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദാവീദ് കേൾക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ ഫിലിസ്തീനെ കൊന്നാലുണ്ടല്ലോ, ഈ വെല്ലുവിളിക്കുന്ന ഈ ഫിലിസ്തീനെ കൊന്നാലുണ്ടല്ലോ, നമ്മുടെ ശൗൽ രാജാവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? പകുതി രാജ്യം അവന് കൊടുക്കുമെന്നും, അതുമാത്രമല്ല പോരാത്തേന് ശൗലിന്റെ മകളെ അടക്കം കല്യാണം കഴിച്ചു കൊടുക്കും എന്നാണ് ദാവീദിന്റെ ചെവിയിൽ കേൾക്കുന്നത്. ദാവീദ് കേട്ടേച്ച് വീണ്ടും അവനൊരു നല്ല രസം തോന്നി. ഇത് എന്താണ് പറഞ്ഞത് എന്ന് വീണ്ടും കേൾക്കാൻ വേണ്ടി അവൻ പോയി ചോദിച്ചു, എന്താ കൊടുക്കാൻ പറഞ്ഞത്? രാജാവ് എന്താണ് കൊടുക്കാന്ന് പറഞ്ഞത്? അപ്പോ ഇവൻ ഈ ചെറിയ ചെക്കൻ കയ്യില് ടിഫിൻ ബോക്സും കൊണ്ടുവരുന്നതൊക്കെ ഈ മൂത്ത സഹോദരന്മാർ ഇവനെ തന്നെ നോക്കിയിരിക്കുക. ഇവൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? ഇവന്റെ ജോലി ഇതൊന്നല്ല. ഇവിടെ ഇവനെ പോലെയുള്ള വ്യക്തികളെ എൻകറേജ് ചെയ്യുന്ന ഒരു സ്ഥലം അല്ലല്ലോ ഇവിടെ. ഇവൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെയും പറഞ്ഞ് ഇവൻ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചെവി കൂർത്ത് കേട്ടപ്പോഴാണ് ദാവീദ് അന്വേഷിക്കുന്നു, ഇവിടെ ശൗൽ രാജാവ് എന്ത് തരാന്നാ പറഞ്ഞത്. പെട്ടെന്ന് സഹോദരന്മാർക്ക് ദേഷ്യം വന്നേച്ച് അവൻ ദാവീദിനെ ഇങ്ങനെ പിടിച്ച് കാണാതിരിക്കുക, അവൻ്റെ കോളറിലേക്ക് പിടിച്ചേച്ച് പുറത്ത് കൊണ്ടുവന്നേച്ച് ചോദിക്കുന്നത്, യു അൺവർതി ഫെലോ, ആകെ ഒരു ചെറിയ പച്ചമുളക് സൈസേ ഉള്ളൂ, ഒരു ചെറിയ കോലിൻ്റെ അത്രേ ഉള്ളൂ, ഒരൊറ്റ ഊത്തൂതിയാ മതി, പറന്ന് പോകുന്നവൻ നീയാണോ ഇവിടെ വന്നേക്കുന്നത്? നിന്റെ എന്തൊക്കെയാണ് ചോദ്യം? മൊട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലല്ലോടാ നീ. ഇങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ നമ്മളെയൊക്കെ വഴക്ക് പറയുന്നത്. മൊട്ടയിൽ നിന്നും വിരിഞ്ഞിട്ടില്ലല്ലോ, നിനക്ക് ഇതിനൊക്കെ അന്വേഷിക്കാൻ നീ ആയോ? Get out and get lost. Do not come here anymore എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചേച്ച് എന്നിട്ട് പറഞ്ഞു, ഈ ഫിലിസ്തീൻ ഉണ്ടല്ലോ, ആ ഗോലിയാത്തുണ്ടല്ലോ, അവനെയൊക്കെ നോക്കാൻ ഈ ചേട്ടന്മാരുണ്ട് കേട്ടോ. നീ ഒന്നും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവന്റെ കാലും കയ്യൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ചേട്ടൻ പറയുന്നത്, അവനെ ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന്. ധൈര്യമുള്ളവനല്ല പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ മുട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. മുട്ട് വരച്ചാലും ശരി, പല്ലും കൂട്ടി മുട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവൻ പറയുന്നത്, ഇവനെ നോക്കിക്കൊള്ളാൻ, ആ ഗോലിയാത്തിനെ നോക്കിക്കൊള്ളാൻ ഞങ്ങളുണ്ട്, ഞങ്ങൾ മതി. പിന്നെ എന്തിനാ തടിമാടനായിരിക്കുന്ന ഈ ഞങ്ങളെ 3 പേരെയും അപ്പൻ കൊണ്ടുവന്ന് ഇവിടെ ചേർത്തത്? അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നീ പോടാ. നിന്റെ പണി ഒരു ഇടയേണ്ട പണി മാത്രം, അതല്ലാതെ നിനക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ ആടുകളെ ആരെ ഏൽപ്പിച്ചേച്ചാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, നീ എന്ത് കാരണം കൊണ്ടാണ് നീ ഇവിടെ വന്നത്? വാട്ട് വാസ് ദ റീസൺ ദാറ്റ് യു ഹാവ് കം ഹിയർ? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അപ്പോ സ്വന്തം സഹോദരന്മാരാൽ തള്ളപ്പെട്ടതാണ് ഈ ദാവീദ്. പോട്ടെ, സഹോദരന്മാരുടെ കാര്യം പോട്ടെ, സ്വന്തം അപ്പനോ? സഹോദരന്മാർ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ സ്വന്തം അപ്പൻ തള്ളിക്കളഞ്ഞാലോ? അപ്പൻ എങ്ങനെ ഉള്ളവരായിരുന്നു? ഒരിക്കൽ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ശമൂവേലെ, ഇശായിയുടെ കുടുംബത്തിൽ ഞാൻ ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായി കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നിന്റെ തൈലക്കൊമ്പും എടുത്ത് അതിൽ തൈലവുമായി നീ ഇശായിന്റെ കുടുംബത്തിലേക്ക് പോ. ഞാൻ അവിടെ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു. പേരൊന്നും ദൈവം പറഞ്ഞിട്ടില്ല, ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ദൈവം പറഞ്ഞല്ലോ. ഉടനെ ശമൂവേൽ ഈ തൈലക്കൊമ്പുമായി പുറപ്പെട്ടു. ഇശായിന്റെ കുടുംബത്തിൽ പോയപ്പോൾ ഇശായിനോട് പറഞ്ഞു, ഇശായി, ദൈവം പറഞ്ഞു നിന്റെ കുടുംബത്തിൽ ഒരെണ്ണത്തിനെ ഇസ്രായേൽ രാജാവായി ആക്കാൻ വേണ്ടി നിയമിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് നിന്റെ മക്കളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഇശായി എന്താണ് ചിന്തിച്ചെന്നറിയാവോ? അവ പറഞ്ഞു, ഉറക്കെ വിളിച്ചു, എടാ മോനെ എലിയാവേ,
ഇങ്ങോട്ട് പുറത്തിറങ്ങി വാടാ. ഈ അപ്പൻ ചെയ്തത് വെറുതെ ഒന്നല്ലല്ലോ. ഈ അപ്പൻ നീ ജനിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, നീ ഒരു ദിവസം അല്ല ഒരു ദിവസം നീ രാജാവാകുമെന്ന്. അതുകൊണ്ടാടാ മകനെ ഞാൻ നിന്നെ കൊണ്ടുപോയി ആ ശൗലിന്റെ പടയാളിയാകാൻ വേണ്ടി നിന്നെ കൊണ്ടുപോയി അവിടെ ചേർത്തത് എന്ന് ഈശായി വിചാരിച്ചു. എന്നിട്ട് ഈശായി വിളിച്ചു, മോനെ വാടാ പുറത്തോട്ടെ. ഏലിയാവ് പുറത്തു വന്നപ്പോൾ ശമൂവേൽ കണ്ടപ്പോൾ, കൊള്ളാം, നല്ല പൊക്കമുണ്ട്, നല്ല തടിയുണ്ട്, രാജാവാകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. പോരാത്തേന് ശൗലിന്റെ ആ സോൾജറില് ഒരുവനാണ് ഇവൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവനായിരിക്കും എന്ന് പറഞ്ഞ് പെട്ടെന്ന് കണ്ടതും തൈലക്കൊമ്പിനെ എടുത്തപ്പോൾ ദൈവം പറഞ്ഞു, ശമൂവേലേ, നിനക്ക് തെറ്റ് പറ്റും. ഞാൻ കണ്ടത് പുറത്തിരിക്കുന്ന തടിമാടനായിരിക്കുന്ന ഒരു ശരീരത്തെ അല്ല ഞാൻ കണ്ടത്. ഞാൻ കണ്ടത് അവൻ യുദ്ധത്തിന് ശീലമുള്ളവനായിട്ടല്ല ഞാൻ കണ്ടത്. ഞാൻ കണ്ടത് ഇവന് യുദ്ധത്തിന് പോകുവാൻ കൊള്ളാവുന്നവനായിട്ടല്ല ഞാൻ ഇവനെ കണ്ടത്. ശമൂവേലേ, പ്രവാചക, നിനക്ക് തെറ്റ് പറ്റും, പക്ഷെ എനിക്കോ, ഞാൻ പുറത്ത് കാണുന്നവനല്ല ശമൂവേലേ, ഞാൻ അകത്തെ കാണുന്നവനാണ്. ഞാൻ ഹൃദയങ്ങളെ കാണുന്നവനാണ് ശമൂവേലേ. പുറത്ത് കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാകും, പുറത്ത് കണ്ടാൽ സകല യോഗ്യതകളും കാണും. പക്ഷെ ആ യോഗ്യതയല്ല ഹൃദയത്തിന്റെ ആഴത്തിലുള്ള യോഗ്യത. അതിന്റെ ഉള്ളിൽ കാണുന്നത് അതാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ എൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള 7 എണ്ണത്തിനെയും കൊണ്ടുവന്നു. ഈശായി 7 എണ്ണത്തിനെയും കൊണ്ടുവന്ന് നല്ല നിരനിരയായി നിർത്തിയേച്ച് പറഞ്ഞു, ഇതാ യോഗ്യതയുള്ള എൻ്റെ ആൺമക്കൾ എന്ന് ഈശായി ശമൂവേലിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശമൂവേൽ നോക്കിയപ്പോൾ ദൈവത്തിന് ഇതിനൊന്നിനെയും താല്പര്യമില്ല. അപ്പോഴാണ് ശമൂവേൽ ചോദിക്കുന്നത്, ഈശായി, ഇത്ര മക്കളെ ഉള്ളൂ, അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ നിന്റെ കുടുംബത്തിൽ എന്ന് ചോദിച്ചപ്പോഴാ ഈ അപ്പനായിരിക്കുന്ന ഈശായി കടക്കം ബോധം വരുന്നത്. എടാ, എനിക്ക് ഇനി ഒരുത്തൻ ഉണ്ടല്ലോ, അതുവരെയും മറന്നു കിടക്കുക. എന്താന്ന് വെച്ചാൽ കുടുംബത്തിൽ ഇവന് യാതൊരു പ്രാധാന്യവും ഇല്ല കേട്ടോ. ഇവനൊരു ചെറിയ കുട്ടി പയ്യനാ, ഇവനെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്ന് സ്വന്തം അപ്പൻ തന്നെ ഇവനെ കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഐ ഡോണ്ട് നോ ദ മീനിങ് ഓഫ് സങ്കല്പങ്ങൾ. ഇദ്ദേഹം തന്നെ തന്റെ മനസ്സിൽ തീരുമാനിച്ച് വെച്ചിരിക്കുക, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഈ ഇശായി തന്നെ സ്വന്തം അപ്പൻ തന്നെ മറന്നിരിക്കുക. ഒരുവൻ കാട്ടിൽ തൻ്റെ ആടുകളുമായി മേയ്ക്കുവാൻ പോയിരിക്കുകയാണ്. അവനും കൂടി ഈ കൂട്ടത്തിൽ മക്കൾ കൂട്ടത്തിൽ ഉള്ളതായി എന്നുള്ളത് ഇശായി മറന്നിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഒരുവനുണ്ട്, പക്ഷേ ഈ കൂട്ടത്തിലൊന്നും he doesn't belong to this group, okay? He is a very little boy. അവന് വേറെ ഒരു പണിയും അറിയത്തില്ല, അവന് യുദ്ധം ചെയ്യാനും അറിയത്തില്ല, നാളെ രാജാവാക്കി ആ രാജ്യസ്ഥാനത്തിൽ ഇരിക്കാനോ അവൻ അറിയത്തില്ല, രാജാവ് എന്താന്നേ അറിയത്തില്ല, അവൻ അമ്പും വില്ലും ഒന്നും പിടിച്ചിട്ടില്ല, അവൻ കുന്തമൊന്നും പിടിച്ചിട്ടില്ല, അവൻ ഒരു സാധനത്തിലും എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് ലീവ് ഹിം അലോൺ. അവന് ഒരു അറിവുമില്ല. ഇനിയിപ്പോ അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തിനെ കുറിച്ചാ? അവൻ്റെ ആടിനെ കുറിച്ചറിയാം. ആടിനെ എവിടെ കൊണ്ടുപോയാൽ നല്ല പുല്ല് തീറ്റാമെന്ന് അവനറിയാം. ഈ പുല്ല് തിന്നു കഴിഞ്ഞാൽ ആടുകൾക്ക് ഉറങ്ങണമെന്നറിയാം. അപ്പൊ എവിടെയാണ് തണലുണ്ടാകാന്ന് ഇവന് നല്ല അറിവുണ്ട്. അപ്പൊ ഒന്നിനെ കുറിച്ച് അറിയത്തില്ല എന്നല്ല, ഇവൻ ആട്ടിടയനായത് കൊണ്ട് ഇവന് അവൻ്റെ ആടുകളെ കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് ഈ രാജാവും യുദ്ധവും
രാജ്യവും ഇതൊന്നും അവന് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. നോ ചാൻസ്. അവൻ്റെ ജോലിയെ ചെയ്യാൻ അവനെ വിട്. പിന്നെ ബാക്കി വല്ലതും വീരന്മാരും രാജാവാകാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഈ 7 ഉണ്ടല്ലോ, ഇത് ഇഷ്ടം പോലെ കിടക്കല്ലേ എനിക്ക് 7 നല്ല സൗന്ദര്യ കുട്ടപ്പന്മാർ, അവരിൽ ആരെങ്കിലും ഒരാളെ നീ തെരഞ്ഞെടുത്തോ എന്ന് ശമൂവേലിനോട് ഈശായി പറഞ്ഞു. ആ കുട്ടിപ്പയ്യനെ വിട്, ഞാൻ അപ്പനല്ലേ, അവൻ ജനിച്ചപ്പം മുതൽ കൊണ്ട് അവനെ കണ്ടിരിക്കുന്ന ഒരു സ്വന്തം അപ്പനാ. എനിക്കറിയാം എൻ്റെ മക്കളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം. സ്വന്തം അപ്പനടക്കം സ്വന്തം മകനെ തള്ളിക്കളഞ്ഞതാണ് ഈ ദാവീദിന്റെ ജീവിതത്തിൽ. അത് പോട്ടെ, ശൗൽ എങ്ങനത്തെ ആയിരുന്നവനായിരുന്നു? 21 പ്രാവശ്യവും കുന്തവുമായി ദാവീദിന്റെ പുറകിൽ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഒരു രാജാവായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന് തന്റെ കൂട്ടാളി അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞ മീകൾ എങ്ങനത്തവളായിരുന്നു? ദാവീദിനെ സ്വീകരിച്ചവളായിരുന്നോ? അല്ല ഏതെങ്കിലും മാന്യത അവൾ കൽപ്പിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ഒരിക്കൽ ദൈവത്തിന്റെ പെട്ടകത്തെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദിന് തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ദൈവത്തിന്റെ പെട്ടകം അതവന് രാജാവിന് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഈ പെട്ടകത്തെ ജനം ചുമന്നും കൊണ്ട് ദാവീദ് മുന്നോട്ട് നടക്കുക. വളരെ വലിയ ആഘോഷം, വലിയ സന്തോഷം. പട്ടണത്തിലേക്ക് ദൈവം വരികയാണ് എന്ന് പറഞ്ഞ് ഇതിനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ ദാവീദ് രാജാവല്ലയോ? ദാവീദ് ഇട്ടിരിക്കുന്ന രാജ്യവസ്ത്രമല്ലയോ? ഈ വസ്ത്രത്തെ ഒന്നും ദാവീദ് ശ്രദ്ധിച്ചില്ല. ഈ ദൈവം കൂടെ വരുന്നു എന്നുള്ള സന്തോഷത്തിൽ ദാവീദ് താനിട്ടിരിക്കുന്ന വസ്ത്രം എവിടെ പോയി എന്ന് പോലും കണ്ടില്ല. നോക്കിയപ്പോൾ എല്ലാം പഞ്ഞു പോലെ കീറി തുണ്ടം തുണ്ടമായിരിക്കുക. മീകൾ മേലെ നിന്നും കൊട്ടാരത്തിൽ നിന്നും മേളിൽ നിന്നും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കൂട്ടം വരുന്നുണ്ട്. ആർപ്പുവിളിയാ, സന്തോഷവാ, എല്ലാവരും നൃത്തം കളിക്കുക. ഇത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാ ദൈവത്തിന്റെ പെട്ടകവുമായി വരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ എവിടെ എൻ്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ, എവിടെ രാജാവ് എവിടെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഒരുവൻ നോക്കിയപ്പോൾ വസ്ത്രയല്ല കീറി പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഇവൾ ചിന്തിച്ചില്ല കേട്ടോ, ഒരു രാജാവ് ഇത്രത്തോളം തരം താഴും എന്ന് ഇവൾ ഒരിക്കലും ചിന്തിച്ചില്ല. ദൈവവചനം പറയുന്നത് മീകൾ തൻ്റെ ഹൃദയത്തിൽ ദാവീദിനെ നിന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. റോട്ടിൽ 3rd ക്ലാസ് ആളുകള് ഡാൻസ് കളിച്ചു വരുന്നത് പോലെ ഒരു രാജാവ് തൻ്റെ സ്ഥാനമാനങ്ങളെ വിട്ട് മറ്റുള്ള ജനത്തോടു കൂടെ ഡാൻസ് കളിച്ച് വസ്ത്രം ഉരിഞ്ഞു പോയത് തനിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് ഇവള് ഹൃദയത്തിൽ നിന്ദിച്ചു. ബൈബിൾ പറയുന്നത് ഷീ ഡിസ്പൈസ്ഡ് ഡേവിഡ്. എന്തെന്നറിയാവോ? മീകളുടെ ഹൃദയത്തിൽ അവളുടെ അപ്പനായിരിക്കുന്ന ശൗൽ മാത്രമേ രാജാവാകാനുള്ള ഒരു കഴിവുള്ളൂ അല്ലെങ്കിൽ യോഗ്യതയുള്ളൂ എന്നാണ് മീകൾ വിചാരിച്ചത്. ഈ ദാവീദിനെ അന്നും മീകൾ ഒരിക്കലും രാജാവായി കണക്കാക്കിയില്ല. ഈ ദാവീദ് അന്നും മീകളുടെ കണ്ണിന് മുമ്പാകെ വെറും ഒരു സാധാരണക്കാരനായിരിക്കുന്ന വെറും ഒരു ആട്ടിടയനായാണ് ഈ മീകൾ കണ്ടത്. പോകട്ടെ, ദാവീദിന്റെ കൂടെ ഇരുന്ന ഒരു കൂട്ട ജനം ഉണ്ടായിരുന്നല്ലോ. എവിടെ യുദ്ധത്തിന് പോയാലും ഈ ജനം അങ്ങ് കടന്നു പോകും. യുദ്ധത്തിനായാലും ശരി, നന്മയിലായാലും ശരി, എല്ലായിട്ടും ഒരു കൂട്ട ജനം ഈ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. 1 സാമുവേൽ 30th ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, യുദ്ധം കഴിഞ്ഞ് ദാവീദും തൻ്റെ ആളുകളുമായി
തിരിച്ച് സിഗ്ലാഗിലേക്ക് തിരിച്ച് മടങ്ങി വരുമ്പോൾ പട്ടണം പുകയുന്നതായിട്ട് ദാവീദും കൂട്ടരും കണ്ടു. അതുവരെയും ദാവീദ് ചെയ്ത നന്മകളെയൊക്കെയും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മറന്നേച്ച് അവര് കണ്ടപ്പോൾ പട്ടണം മാത്രം പുകയല്ല, അവരുടെ ഭാര്യമാരെ അവരുടെ മക്കളെയും അമാലേക്കർ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് ഈ ഒരുത്തൻ കാരണമല്ലയോ എന്ന് വിചാരിച്ച് അവർ കൂട്ടമായി നിന്ന് അവർ ഡിസ്കസ് ചെയ്തു. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ പലരും നഷ്ടപ്പെടും, അതുകൊണ്ട് ഇവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. അവിടെ തീർന്നോ ദാവീദിന്റെ ജീവിതം? ദാവീദിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും പല വ്യക്തികൾ തനിക്ക് എതിരായിരുന്നു. ആരും തന്നെ താങ്ങുവാൻ ഒരു കൈ ദാവീദിന് ഉണ്ടായിരുന്നില്ല. പോട്ടെ, അബ്ശാലോം എങ്ങനെയാണ്? സ്വന്തം മകനായ അബ്ശാലോം തന്നെ ഒരു എതിരാളി ആയിരുന്നു. He was a rebellious son for David. ഒരു ദിവസം അബ്ശാലോം ഇങ്ങനെ തീരുമാനിച്ചു, ഈ ദാവീദ് അപ്പനായിരിക്കുന്ന ദാവീദിനെ തെറിപ്പിച്ചേച്ച് ഞാൻ രാജാവാകും എന്ന് പറഞ്ഞ്. അതൊക്കെയും ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. 1 സാമുവേൽ 16-ാം അധ്യായത്തിൽ ഇതൊക്കെയും എഴുതിയിരിക്കുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മറ്റുള്ളവരുടെ മനസ്സൊക്കെയും പിടിച്ച് അവരുടെ ഫേവർ കണ്ടെത്തി ഇവൻ ഒരു ദിവസം താൻ രാജാവായി പ്രഖ്യാപിച്ചപ്പോൾ ദാവീദിന് ഭയമായി. ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാവീദ് വളരെയധികം പേടിച്ച്, ഒരു രാജാവാണ്, രാജാവിന്റെ സ്ഥിതി നോക്കണം എത്രമാത്രം ഗതികേടിലേക്ക് പോയി എന്ന്. ആ രാജാവ് തന്റെ സ്വന്തം മകൻ തനിക്ക് എതിരാളിയായപ്പോൾ, താനാണ് രാജാവെന്ന് ഒരു ദിവസം പ്രഖ്യാപിച്ചപ്പോൾ ഈ ദാവീദിന് വളരെയധികം വേദനയായി. താൻ കരഞ്ഞും കൊണ്ട് തലയിൽ ഒരു മുണ്ടും ഇട്ടേച്ച്, രാജാവാണേ ഓർക്കണം, കരഞ്ഞും കൊണ്ട് തലയിൽ ഒരു മുണ്ടും ഇട്ടേച്ച് കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ഒലിവ് മലയിലേക്ക് കേറിപ്പോയി അവിടെ പോയി ഒളിച്ചു പാർത്തു എന്നാണ് പറയുന്നത്. ഒരു രാജാവിന് വന്ന ഗതികേടിന്റെ അനുഭവം എത്രയാണ്! പോകട്ടെ, തൻ്റെ സുഹൃത്തുക്കളിലും എല്ലാരെക്കാളും കൂടുതൽ സ്നേഹിച്ചതും താൻ വിശ്വസിച്ചതായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, കൗൺസിലർ. അദ്ദേഹത്തിന്റെ പേരാണ് അഹിത്തോഫേൽ. അഹിത്തോഫേൽ ഒരു ദിവസം ദാവീദിനെ വിട്ടേച്ച് ഈ എതിരാളി ആയിരിക്കുന്ന അബ്ശാലോമിന്റെ കൂടെ പോയി ചേർന്നു. ദാവീദിന് വലിയ വിഷമമായി. 2 സാമുവേൽ 15:31 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഈ അഹിത്തോഫേലിന്റെ കാര്യം. അഹിത്തോഫേലിന്റെ ഒരു വാക്ക് മതി ദാവീദിന് ദൈവം പറയുന്ന വാക്ക് പോലെ ആയിരുന്നു. ആ മനുഷ്യൻ അടക്കം ദാവീദിനെ വിട്ടേച്ച് തൻ്റെ എതിരാളി ആയിരിക്കുന്ന അബ്ശലോമിന്റെ കൂടെ പോയി ചേർന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദാവീദിന്റെ ജീവിതത്തിലെ ഒട്ടും മിക്കവാറും വിഷമങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും മാത്രമേ ആയിരുന്നുള്ളൂ. കൂട്ടത്തിലുണ്ടായിരുന്ന ജനത്തെ വിശ്വസിക്കുവാൻ കഴിയില്ല. തനിക്ക് തന്നെ ഉണ്ടായിരുന്ന മകനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. കൂടെ നടന്ന പ്രവാചകനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. രാജാവായിരുന്ന ശൗലിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും ദാവീദിന്റെ ജീവിതത്തിന്റെ പുറകിലാണ്. ഒന്നല്ല ഒന്നിന്റെ ഒരു പ്രശ്നത്തിൽ ദാവീദ് അകപ്പെട്ടിരുന്നു. എല്ലാവരും ദാവീദിനെ തള്ളിക്കളഞ്ഞ ഒരവസ്ഥയാണ് ദാവീദിന്റെ ജീവിതത്തിൽ. പക്ഷെങ്കിലും ഞാൻ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞോട്ടെ, ഈ കൽപാത്രം തള്ളപ്പെട്ട കൽപാത്രത്തെ പോലെ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ തള്ളപ്പെട്ട പല അനുഭവങ്ങൾ വന്നപ്പോഴും Acts 13:22 it says like this, I have found a man David, he is a man after my own heart, he will do everything what I command him.
അങ്ങനെ വെച്ചാൽ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ യിശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടു. ഓ, വാട്ട് എ ടെസ്റ്റിമോണി, വാട്ട് എ ടെസ്റ്റിമോണി. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പുറകിൽ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഇൻ ഇംഗ്ലീഷ്, എ മാൻ ബിഹൈൻഡ് ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പുറകിലായി മനുഷ്യൻ. ഐ ഡോണ്ട് നോ ഹൗ ടു ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം. അത്രയും നല്ല ഒരു വാക്യമാണ്, എ മാൻ ബിഹൈൻഡ് ഗോഡ്സ് ഓൺ ഹാർട്ട്. എനിക്ക് ബോധിച്ച പുരുഷൻ എന്നാണ് ദൈവം തന്നെ ദാവീദയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പുറത്തള്ളപ്പെട്ടാൽ എന്താ, ദൈവം തന്നെ സാക്ഷീകരിക്കുന്നതാണ്. ഈ ദാവീദ് യിശായിയുടെ കുടുംബത്തിൽ യിശായിയുടെ മകനായിരിക്കുന്ന ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷൻ, ഞാൻ പറയുന്നതൊക്കെയും അവൻ ചെയ്യുന്നു. ഹല്ലേലൂയ. David knew every pumping of God's heart because that was the intimacy between David and God. അതായിരുന്നു ദാവീദിനും ദൈവത്തും തമ്മിലുള്ള ബന്ധം. ദൈവത്തിന്റെ ഓരോ ഹൃദയത്തിന്റെ തുടിപ്പും ദാവീദിന് മനസ്സിലാകാം. എന്താന്നറിയാവോ, ഈ രാജാവായതുകൊണ്ട് ദാവീദിന് വലിയ സന്തോഷമില്ല, രാജ്യ പദവി കിട്ടിയത് കൊണ്ട് ദാവീദിന് വലിയ സന്തോഷമില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ താൻ ഇരുന്നില്ല എങ്കിൽ അദ്ദേഹം തന്റെ ഹൃദയം വളരെയധികം ഭാരമാകുമായിരുന്നു. ദാവീദ് ദൈവത്തോട് വളരെ അടുത്ത ബന്ധത്തിലാണ്. അതുകൊണ്ട് ദാവീദിനെ ശൗൽ വെറുത്താലെന്താ, സ്വന്തം അപ്പൻ യിശായി താൻ മകനെന്ന് മറന്നാൽ എന്താ, തന്റെ സ്വന്തം ഭാര്യ ആയിരിക്കുന്ന അവൾ സ്വന്തം ഭാര്യ ആയിരിക്കുന്ന മീകളടക്കം തന്നെ നിന്ദിച്ചാൽ എന്താ. ദാവീദ് ഇതിനൊന്നും കണ്ടിട്ട് കുലുങ്ങിപ്പോയില്ല കേട്ടോ. ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം സഹോദരന്മാർ തന്നെ തള്ളി പറഞ്ഞതാ. അവൻ സഹോദരനെ അല്ല എന്നാണ് അവരുടെ ഹൃദയത്തിൽ അവൻ കണക്കാക്കിയത്. പക്ഷേ ഇതൊക്കെയും ഒരു വശത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ദാവീദിന് പറയുവാനുണ്ട്, എടാ സഹോദരന്മാരെ, ഞാൻ ഒരിക്കലും ഈ പദവി ആഗ്രഹിച്ചതുമല്ല, ഈ പദവിക്ക് യോഗ്യത ഉള്ളവനുമല്ല. ഒരു ദിവസം ഞാൻ ചെറിയ പ്രായമായിരിക്കുമ്പോഴേ, 15 വയസ്സായിരിക്കുന്ന ചെറിയ ചെറുക്കനായിരിക്കുമ്പോഴേ, എൻ്റെ അപ്പൻ എൻ്റെ കയ്യിൽ ഒരുപാട് ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി ഈ ആടുകളെ തീറ്റിക്കാൻ വേണ്ടി ഇത്രയധികം ആടിനെ കൊടുത്തു വിടുമായിരുന്നു. അന്നേരം വീട്ടിൽ എൻ്റെ സഹോദരന്മാർ എന്നെ വെറുക്കുന്നേ, എൻ്റെ അപ്പൻ എന്നെ വെറുക്കുന്നേ എന്ന് പറഞ്ഞ് നിന്ദിച്ച് ഭവനത്തിൽ ഒരു മൂലയ്ക്ക് പോയി കരഞ്ഞില്ല. എൻ്റെ അപ്പൻ എന്നെ എപ്പോഴാണ് ഈ കാട്ടിലേക്കൊന്ന് അയക്കുന്നത്, ഈ ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് എപ്പോഴാ ഒന്ന് ഒറ്റയ്ക്ക് പോകുന്നത്, ഈ കാട്ടിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ ദാവീദ് തൻ്റെ കയ്യിലെടുക്കുന്നത്, ആടുകളെ കൊണ്ടുപോകുമ്പോൾ സിംഹം വരും, കരടി വരും, പലവിധ വൈൽഡ് ആനിമൽസ് വരും. അതൊക്കെ കൊല്ലാൻ വരുമ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി കുന്തവും കുളച്ചക്രവും ഒന്നും എടുത്തില്ല. ഇവന്റെ കയ്യിലെടുത്തത് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കിന്നരമാണ് എടുത്തത്. ഹല്ലേലൂയ. ദാവീദ് ഓർത്തില്ല, അയ്യോ എന്നെ എല്ലാരും വെറുക്കുന്നേ, എനിക്കൊരു സ്ഥാനവും ഇല്ല, എനിക്കൊരു മാന്യതയുമില്ല എന്ന് പറഞ്ഞ് ദാവീദ് വിഷമിച്ച് വീട്ടിന്റെ മൂലയ്ക്ക് ഒതുങ്ങി ഒന്നും ഇരുന്നില്ല. മറിച്ച് അവന് സന്തോഷമാ. ഈ ആടുകളെ കൊണ്ടുപോകുമ്പോൾ ആടുകൾക്ക് ഇവന്റെ ഭാഷ മനസ്സിലാവും കേട്ടോ. എന്നും പോയി കാട്ടിൽ ഒരു സ്ഥാനമുണ്ട്, ആ കല്ലിന്റെ പുറത്തൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നേച്ച് കാട്ടിൽ വേറെ
ഒരു ജനവുമില്ല. ഇവന്റെ കൂട്ടത്തിൽ പോകുന്ന ഒരു കൂട്ടം ആടുകൾ മാത്രമേ ഉള്ളൂ. ആടുകൾക്കടക്കം ഈ ദാവീദിന്റെ സ്വഭാവം അറിയാം. ഇവൻ ആ കാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവൻ ഒരു കല്ലിന്റെ പുറത്തിങ്ങനെ ഇരിക്കും. എന്നുവെച്ച് ആ കിന്നരം എടുത്ത് ഇങ്ങനെ വായിച്ചേച്ച് അവൻ യഹോവയെ വിളിക്കും. യഹോവേ, ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ വീടിലെ പല കാര്യങ്ങളും അവസ്ഥകളും ഓർത്ത് അവൻ കരഞ്ഞില്ല. മറിച്ച് അവന്റെ ഹൃദയം തുടിക്കുക, അവന്റെ ഹൃദയം സന്തോഷിക്കുക. ഓ, ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ ആ കാട്ടിലെത്തും. ആ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ ഒരു കിന്നരമുണ്ട്. ഈ കിന്നരത്തെ ഇങ്ങനെ വായിച്ച് രാവിലെ മുതൽ കൊണ്ട് വൈകുന്നേരം വരെ ഇതിനെ വായിച്ച് രസിച്ച് ദൈവത്തോട് കൂടെ ഒന്ന് സംസാരിച്ച് എൻ്റെ ഹൃദയം മുഴുവനും ദൈവത്തോട് പടരുകയും ദൈവം എന്നോട് സംസാരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ദാവീദിന്റെ ഹൃദയം മുഴുവനും ദൈവത്തോട് സംസാരിക്കാനുള്ള കൊതിയ. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം ദാവീദ് തന്നെ എഴുതിയത്. The Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു. ദാവീദ് എന്തുകൊണ്ടാണ് ഇടയൻ ദൈവത്തെ ഇടയനായി ആക്കിയത്? ദാവീദ് അവിടെ പറയുന്നത് ആടിന്റെ സ്ഥാനത്തിൽ ദാവീദിനെ ഇടുകയും ദൈവത്തെ തൻ്റെ ഇടയന്റെ സ്ഥാനത്തിലാണ് ദാവീദ് അവിടെ കാണുന്നത്. ദാവീദ് തന്നെ ഒരു ആട്ടിടയനായത് കൊണ്ട് ദാവീദിന് ഒരു ഇടയന്റെ ഹൃദയത്തെ നന്നായി അറിയാം. ആടുകൾ തൻ്റെ ഇടയന്റെ ശബ്ദത്തെ നന്നായി അറിയുന്നത്. മറിച്ച് ആടിന് എന്തൊക്കെ വേണം, അതിൻ്റെ ആവശ്യങ്ങൾ എന്താന്ന്, എപ്പോഴാണ് ഇതിന് വേണ്ടിയത്, എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് ഈ ഇടയന് മാത്രമേ ആടുകളെ കുറിച്ചറിയാം. എന്തിനാണ് ദാവീദ് ദൈവത്തെ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഈ ഇടയന്, നല്ല ഇടയന് നല്ല ഒരു ഹൃദയമുണ്ട് കേട്ടോ. ഈ ഇടയന്മാരെന്ത് ചെയ്യുമെന്നറിയാവോ? സാധാരണ ആടുകളെ മേയ്ക്കുന്ന പോലെയൊന്നും ഈ ഇടയന്മാർ മേയ്ക്കത്തില്ല. എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് പറഞ്ഞല്ല ഇവർ ഈ ആടിനെ കൊണ്ട് നടക്കുന്നത്. ഇവർ രാവിലെ ആകുമ്പോൾ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതിന്റെ മുമ്പേ തന്നെ ഈ ആടുകളെ കൊണ്ടുവന്ന് നിരനിരയായി അങ്ങ് നിർത്തും. എന്നിട്ട് ഈ ഇടയൻ അകത്ത് പോയി ഒരു വലിയ പാത്രത്തിലെ തൈലം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേച്ച് അവൻ ഒരു ഇരിപ്പുണ്ട്, അവൻ അവിടെ ഇരുന്നേച്ച് ഈ പാത്രത്തിൽ നിന്നും ഈ എണ്ണ എടുത്ത് ഓരോ ആടുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പാത്രത്തിൽ നിന്നും ഈ എണ്ണ എടുത്ത് ആ ആടിന്റെ തലയിലോട്ടൊന്ന് തേച്ചങ്ങ് പിടിപ്പിക്കും. ഈ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഈ എണ്ണ തലയിൽ മാത്രമല്ല ഇരിക്കുന്നത്, ഈ എണ്ണ ഒഴുകി 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 ആടിന്റെ ശരീരത്തിലും ആടുകളുടെ കാലുകളിലും ഒക്കെയും ഈ തൈലം അങ്ങ് ചേർന്ന് അങ്ങ് പറ്റിച്ചേരും, അങ്ങ് തേച്ച് പിടിപ്പിക്കും. എന്തിനാന്നറിയാവോ? ഈ ആട് പുല്ല് തീറ്റിക്കാൻ വേണ്ടി കുറേ ദൂരം ഇടയന്മാർ നടത്തിക്കൊണ്ടു പോകും. ഈ ആടുകൾ പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരു ആനിമൽ ആയത് കൊണ്ട് ഇടയന്മാർ എന്ത് ചെയ്യും? ഈ തൈലം എടുത്ത് ഇതിന്റെ ശിരസിലൂടെ തടവുമ്പോഴുണ്ടല്ലോ, എത്ര കൊടും വെയിൽ തന്നെ ഈ ആട് നടന്നാലും ഒരിക്കലും ഇത് ക്ഷീണിക്കത്തില്ല. എത്ര തന്നെ ഉദിച്ചു നിൽക്കുന്ന കൊടും വെയിൽ, എത്ര തന്നെ ചൂടേറിയാലും ഈ ആട് ഒരിക്കലും ക്ഷീണിക്കത്തില്ല. പോയതുപോലെ തന്നെ അത്രയും ശക്തിയോടെ തന്നെ അവകൾ വൈകുന്നേരം തിരിച്ചെത്തും. അതുമാത്രമല്ല, ഈ തൈലത്തിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ആടുകൾ തിന്നാൻ പോകുന്ന പുല്ലിന്റെ മേലെയൊക്കെയും
ചില വിഷകൃമികൾ പിടിച്ചു നിൽക്കും. അപ്പോൾ ഈ ആടുകൾ അവിടെ പോകുന്നതിന്റെ മുമ്പേ തന്നെ ആടിന്റെ മേലെയൊക്കെയും ഈ തൈലം പൂശിയത് കൊണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറം തന്നെ ഈ കൃമികൾക്ക് ഈ മണമടിക്കുന്ന ആ മണം കേൾക്കുമ്പോൾ തന്നെ ഈ കൃമികളൊക്കെയും ആ പുല്ലിനെ വിട്ടേച്ച് പറന്ന് ഓടിപ്പോകും. വിഷകൃമികളൊന്നും ആ പുല്ലിന്റെ മേലെ ഇരിക്കത്തില്ല. നല്ല ഇടയൻ, നല്ല ഇടയൻ, നല്ല ഇടയനാണ് തൻ്റെ ആടുകൾക്ക് കുളിർമ പകർത്തുന്നത്. മാത്രമല്ല വിഷമൊക്കെയും മാറി ഇവകൾക്ക് നല്ല പച്ചപ്പുല്ല് തീറ്റിക്കും. അതുകൊണ്ടാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഈ യഹോവയാണ് എൻ്റെ ഇടയനാണ് എങ്കിൽ എനിക്ക് ഒരു നാളും മുട്ടുണ്ടാകയില്ല. എത്ര തന്നെ കൊടും വെയിൽ പോലെ അടിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും തണുപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ. ഈ ശക്തിയെ നീ നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് എങ്കിൽ എത്ര തന്നെ കൊടും വെയിലായിരിക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും നീ ക്ഷീണിക്കത്തില്ല, ഒരിക്കലും നീ ക്ഷീണിക്കത്തില്ല. എന്താ? പരിശുദ്ധാത്മാവിന്റെ ഗുണമാ, ഈ തൈലത്തിന്റെ പ്രത്യേകതയാ. ആ തൈലമാണ് ഇന്ന് നിങ്ങളും ഞാനും എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ നേരിടാം, പലവിധ ഭാരങ്ങൾ നമ്മൾ നേരിടാം. പക്ഷെങ്കിലും ആട്ടിടയൻ ആടിന്റെ ശിരസിൽ പുരട്ടുന്നത് പോലെ നമ്മുടെ മേലും ഈ നമ്മുടെ ഇടയൻ പുരട്ടിയ തൈലമുണ്ടല്ലോ, ഈ തൈലം നമ്മുടെ ജീവിതകാലം മുഴുവനും ഒരിക്കലും തളരാതെ, ഒരിക്കലും തളർന്നു പോകാതെ, ഒരിക്കലും തകരാതെ നാം ശക്തിയോട് കൂടെ നടക്കും. അത് മാത്രമല്ല, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. I shall not need any good things. അതിൻ്റെ അർത്ഥം ഇടയൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ആടിൻ്റെ കൂട്ടത്തിൽ ഇടയൻ ഉണ്ട് എങ്കിൽ പിന്നെ ആടിന് എന്താ പ്രശ്നം? എന്താവശ്യങ്ങൾ ഉണ്ടായാലും ഇടയൻ ഇല്ലേ തീർത്തു കൊടുക്കുവാൻ? നാം ആടുകളെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇടയൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് നമ്മുടെ ദൈവം നമ്മളെ നന്നായി അറിയുന്നു. നാം ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാ, ദൈവത്തിന്റെ മുത്ത, ദൈവത്തിന്റെ സ്നേഹിതനാ, ദൈവത്തിന്റെ സ്വത്താ. ഇനി എന്താ വേണ്ടിയത്? ഈ ലോകപ്രകാരം ഇരിക്കുന്ന അപ്പനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു അപ്പനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് അവൻ നന്നായി അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, He leads me beside the green pastures and still waters. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. That means abundance, overflow. നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ല ദൈവം തരുന്നത്, ഒരു ഓവർഫ്ലോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ ഈ വർഷത്തിന് പേരിട്ടത് റെയിനിങ് ഇയർ ഓഫ് റെയിനിങ്. നമ്മൾ ആഴുന്ന വർഷമാണ്. രാജാവാണെങ്കിൽ മാത്രമല്ലേ ആഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു രാജാവിന് ആവശ്യത്തിന് മാത്രമല്ല കിട്ടുക, അവൻ it will be in overflow, it will be in abundance. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ സങ്കീർത്തനം 23 താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, yeah, even though I walk through the valley of the shadow of death, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും എനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന്. അതിന്റെ അർത്ഥം എന്തെന്നറിയാവോ? ഈ 15 വയസ്സുകാരനെ ഇത്രേ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുമ്പോൾ
അവനറിയാം അവിടെ ഒരുപാട് മൃഗങ്ങൾ വരും. ഈ ആടിനെ കവർച്ച ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അനേകം മൃഗങ്ങൾ വരും. പക്ഷേ എന്നിട്ടും അവൻ അറിഞ്ഞിട്ട് കയ്യിൽ ഒരു കുന്തമൊന്നും കൊണ്ടുപോയില്ല. അവൻ കൊണ്ടുപോയത് കിന്നരമാണ്. അവനറിയാം അവന്റെ ഇടയൻ അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നിനും അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന് ഒരു മൃഗവും അവൻ അറ്റാക്ക് ചെയ്യത്തില്ല. ദാവീദിന് നല്ല ഉറപ്പായിരുന്നു തന്റെ ഇടയനെ പറ്റി. ദാവീദിന് നല്ല ഉറപ്പാ, നല്ല ധൈര്യമാ തന്റെ ഇടയനെ പറ്റി. എന്നിട്ട് when you come down you read there like this, surely goodness and mercy shall follow me all the days of my life and I will dwell in the house of the Lord forever. നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും പിന്തുടരും. ദാവീദിന്റെ ജീവിതത്തെ പറ്റി ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാ. തന്റെ ജീവിതത്തിൽ മുക്കാൽ ഭാഗവും ദാവീദ് അനുഭവിച്ച പ്രയാസങ്ങളാണ്. ഒരുപാട് പ്രതിസന്ധികളാണ് ദാവീദ് അനുഭവിച്ചത്. എന്നാൽ ആ ദാവീദാണ് വിളിച്ച് പറയുന്നത്, നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരുമെന്ന് ദാവീദ് പഴയ നിയമത്തിൽ ദാവീദിന് പറയാമെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര അധികം പറയണം. ദാവീദ് എതിരേറ്റത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളാണ്. ആ ദാവീദിന് ഈ ഒരു വാക്ക് പറയാമെങ്കിൽ ഞാനും നിങ്ങളും എത്ര അധികം പറയണം. എന്നിട്ട് ഒടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്, surely goodness and mercy shall follow me all the days of my life and I will dwell in the house of the Lord forever. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദാവീദിന് ഒരു രാജാവായാൽ മതി എന്നൊന്നും ദാവീദിന്റെ ആഗ്രഹമില്ല. അല്ല, ദാവീദ് വിചാരിച്ചില്ല, ആഗ്രഹിച്ചില്ല ഒരു കൊട്ടാരത്തിൽ ആയുഷ്കാലം മുഴുവൻ എനിക്ക് രാജാവായി കഴിഞ്ഞാൽ മതി എന്നൊന്നും ദാവീദ് ആഗ്രഹിച്ചില്ല. ആ രാജാവായിരിക്കുന്ന ദാവീദിന്റെ ആഗ്രഹം ആയുഷ്കാലം മുഴുവനും എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കുവാനാണ് ഒരു രാജാവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീട്ടിൽ അനേക തടി മിടുക്കന്മാർ ഉണ്ടായിട്ടും അവർക്ക് യുദ്ധത്തെ പറ്റി മാത്രമേ അറിവുള്ളൂ. എന്നാൽ ദൈവത്തെ പറ്റി അവർക്ക് അറിവില്ല. എന്നാൽ യുദ്ധത്തെ പറ്റി ഒരു അറിവുമില്ല. വെറും ആട്ടിടയനായിരിക്കുന്ന ദാവീദിനെ തന്റെ ഹൃദയത്തെ കണ്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അവനെ ഇസ്രായേലിന് രാജാവായി എൻ്റെ ദൈവം പ്രഖ്യാപിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജനത്തോടൊരു കാര്യം പറയട്ടെ. നിന്നെ കണ്ടാൽ കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് പലവരും പറയാമായിരിക്കാം, നിന്നെ കാണാൻ കൊള്ളത്തില്ല. വചനത്തിൽ പറയുന്നു, തന്റെ സ്വരൂപത്തിലും തന്റെ സ്വന്തം സാദൃശ്യ പ്രകാരമാണ് ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. അതേ തൈലം, പരിശുദ്ധാത്മാവെന്നുള്ള തൈലം നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ നാം ക്ഷീണിക്കേണ്ടവരല്ല. എന്ത് തന്നെ സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും അതിനെ അതിജീവിക്കുവാനും അതിനെ കടന്നു പോകുവാനുള്ള ബലവും ശക്തിയും ധൈര്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദാവീദിനെ ദൈവം കണ്ടത് പുറമേയുള്ള സൗന്ദര്യമല്ല, മറിച്ച് ഹൃദയത്തിനെയാണ് ദാവീദിന്റെ ദൈവം കണ്ടത്. അതുകൊണ്ട് ഇന്ന് പലവരും പറയാം, സഹോദരി, എൻ്റെ സാഹചര്യം ദാവീദിനെ പോലെ തന്നെയാണ്. എനിക്ക് ബലമില്ല, വലിയ പൊക്കമില്ല, എനിക്ക് നിറമില്ല, എൻ്റെ ബാങ്കിലെ ബാലൻസ് നോക്കിയാൽ 0. എനിക്ക് ഒരുപാട് കടഭാരമുണ്ട്, എൻ്റെ കുടുംബത്തിലെ ഒരു പാരമ്പര്യവും എനിക്ക് ഇല്ല, ഞാൻ ഒരു നല്ല കുടുംബത്തിൽ
അല്ല ജനിച്ചത്. എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാനൊരു ബാക്ക് ബെഞ്ചറായിട്ടാണ് എൻ്റെ സ്കൂളിൽ ഞാൻ ഇരുന്നത്. ഡോണ്ട് വറി, പഴയ ചരിത്രമാ. പാസ്റ്റർ പറയാറില്ലേ, അതെല്ലാം നമ്മുടെ പഴയ ചരിത്രമാ. എന്നാൽ മുന്നിൽ നീ രാജാവാ. നിനക്കൊരു അർഹതയില്ല, നിനക്കൊരു പണമില്ല, നിന്റെ അപ്പൻ ഒരു കൊട്ടാരത്തിൽ ഇരിക്കുന്നവനല്ല, നിനക്കൊരു രാജാവിന്റെ യാതൊരു അർഹതയും ഇല്ല. ഇന്ന് പല ഗസ്റ്റുകൾ നമ്മളുടെ വീട്ടിൽ വന്നാൽ നമ്മളുടെ പല അപ്പന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ എന്റെ മൂത്ത മകൻ IAS ഓഫീസർ, അതാ രണ്ടാമത്തവൻ IPS, ഇതാ മൂന്നാമത്തവൻ വേറെ എന്തോന്നാ. പക്ഷേ നിന്നെ കാണിച്ചു കൊടുക്കത്തില്ല. എന്താണെന്നറിയാവോ, ഈ കാനാലെ കല്യാണത്തിലെ കൽപാത്രത്തെ പോലെ നീ എപ്പോഴും വീടിന്റെ പുറത്താ. നിനക്ക് വേറെ ഒരു പണിയുമില്ല. നീ ഏത് നേരം ദൈവം 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 എന്ന് പറഞ്ഞ് നിനക്ക് 24 മണിക്കൂറും ഈ ദാവീദ് നടന്നതുപോലെ തന്നെ എപ്പോഴും നീ നിന്റെ ദൈവത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് നീ നടക്കുക. വീട്ടിൽ പലതും പൊൻപാത്രത്തെ പോലെയും വെള്ളിപ്പാത്രത്തെ പോലെയും ഒക്കെ പല സഹോദരന്മാരും സഹോദരിമാരും കാണാം. എന്നാൽ നീ പുറത്തുള്ള കൽപാത്രമാ. എൻ്റെ യേശുവിനും ഉണ്ടല്ലോ ഒരു വീട്ടിന്റെ അകത്തുള്ള നല്ല ഭംഗിയുള്ള നല്ല പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടിരിക്കുന്ന മേലെ ഡയമണ്ട് കൊണ്ട് പതിപ്പിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ മേലെ ഒന്നും യേശുവിന്റെ കണ്ണ് പതിഞ്ഞില്ല. മറിച്ച് നീ വീടിന്റെ പുറത്താ. ഏത് സമയം നോക്കിയാലും നീ ഏതെങ്കിലും ഒരു സഭയിൽ പോയിരുന്ന് കയ്യും മടിച്ച് ദൈവത്തോട് എപ്പോ നോക്ക് പ്രാർത്ഥനയാ. എവിടെ ഉപവാസമുണ്ടെങ്കിലും നീ അവിടെയാ, എവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും നീ അവിടെയാ. അതുകൊണ്ട് നിന്നെ കാണാൻ വലിയ ചന്തമൊന്നുമില്ല. നിന്നെ കണ്ടാൽ ഏത് നേരം ഉപവാസം പ്രാർത്ഥനയല്ലയോ. അപ്പൊ അതുകൊണ്ട് നിന്നെ കണ്ടാൽ വെറും ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷേ വീട്ടിലെ അപ്പൻ കണ്ടത് പുറമേ ഉള്ള ക്ഷീണിച്ച ഒരുവളെയാണ് കണ്ടത്. എൻ്റെ അപ്പൻ കണ്ടതോ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ലോകത്തെ ജയിച്ചിരിക്കുന്ന വലിയവനായ ഒരുവനെയാണ്. എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പൻ എന്നെ കുറിച്ച് കണ്ടത്. ദാവീദിന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് കൂടെ കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു യോഗ്യതയും ഒരു അർഹതയും ഇല്ലാത്ത ഒരു ആട്ടിടയനെ പിടിച്ച്, കുടുംബത്തിലെ പാരമ്പര്യമില്ല എങ്കിലും ഒരു ആടിനെ കുറിച്ച് മാത്രം അറിവുള്ള ഒരുവനെ പിടിച്ച് ഇസ്രായേലിന്റെ ഒരു രാജാവായി ആക്കി എൻ്റെ ദൈവം തീർത്തു എങ്കിൽ ഇന്ന് ഞാനും നീയും ഒരു അർഹതയുമില്ല. നമുക്ക് ഒരു കുടുംബ പാരമ്പര്യവും ഇല്ല എന്ന് ഇരിക്കാം. ഒരു പക്ഷെങ്കിലും സ്കൂളിന്റെ പടി തന്നെ കണ്ടു കാണത്തില്ല. ഭയപ്പെടേണ്ട. ഈ ദാവീദിന്റെ അനുഭവം ഉള്ളവർ പലവരും ഇതിന്റെ ഉള്ളിലുണ്ട്. അതാണ് ദൈവം ഈ ഒരു മെസ്സേജ് എന്റെ കയ്യിൽ കൊടുത്തേച്ച് ഇവിടെ വിട്ടത്. ദൈവം പറഞ്ഞു, പോയി പറ. ഇവിടെ പലതും ദാവീദിന്റെ അനുഭവത്തിലുള്ളവരുണ്ട്, ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ അകത്തുള്ളവൻ വലിയവനാണ്. നീയാണ് രാജാവ്, നിനക്കാണ് അതിന്റെ അർഹത, നീയാണ് അതിന് യോഗ്യത ഉള്ളവൾ. നിന്റെ തള്ളപ്പെട്ട അവസ്ഥകളൊന്നും നീ ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. സമയം കിട്ടുമ്പോഴൊക്കെയും ദാവീദ് കിന്നരം എടുത്ത് കാട്ടിൽ ഒറ്റയ്ക്ക് തന്റെ ദൈവത്തോട് ബന്ധപ്പെട്ടതുപോലെ നീ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് നിന്നെ ദൈവത്തോടൊന്ന് ഇടപെട. ആ ഇടപെടലാണ്
ദാവീദിന്റെ ജീവിതത്തെ തന്നെ ദൈവം മാറ്റിമറിച്ചത്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ദാവീദിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഈ ദൈവത്തിന് ശക്തിയുണ്ട്. ഇത് കഴിവുള്ള ദൈവമാണ്. ഇന്ന് ഞാനും നിങ്ങളും വെറും സാധാരണക്കാരനല്ല. ദൈവത്തിന്റെ ദാസൻ എപ്പോഴും പറയും, നമ്മളെ കണ്ടാൽ സാധാരണക്കാരനായിരിക്കുന്ന ഒരു ഓർഡിനറി പേഴ്സണെ പോലെയാണ് നമ്മളെ കാണാം. പക്ഷെങ്കിലും എക്സ്ട്രാ ഓർഡിനറി പവർ dwells in us. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, ഡുനാമിസ് ശക്തി, ഇത് സകലത്തെയും ജയിച്ച ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. മാത്രമല്ല അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ് ഞാനും നിങ്ങളും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ വിലയേറപ്പെട്ട രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മളെ ഇന്ന് വിലയ്ക്ക് വാങ്ങിച്ച നമ്മൾ ഓരോരുത്തരാണ്. അതുകൊണ്ട് എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അറിയിക്കപ്പെട്ടതല്ല എന്ന് പറയണ്ട. നമ്മളാണ് രാജാക്കന്മാർ, നമ്മളാണ് അറിയിക്കപ്പെട്ടവർ, നമ്മളാണ് യോഗ്യവാന്മാർ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചു വന്ന ഹൃദയങ്ങൾക്ക് ആടിന്റെ ഇടയൻ ആടിന്റെ ശിരസിൽ കൂടി തൈലം പുരട്ടുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളെ, ക്ഷീണിച്ച ഹൃദയങ്ങളെ ഈ മെസ്സേജിലൂടെ ദൈവം നിങ്ങളോട് ഇടപെട്ടു എന്ന് പറയുന്നവർ കൈകൾ മേലേക്ക് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ദാവീദിന്റെ സ്ഥിതിയാണോ ഇന്ന് നമുക്ക് പേടിക്കേണ്ട? ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അർഹതയോ നമ്മുടെ യോഗ്യതയോ കണ്ടിട്ടൊന്നും അല്ല ഈ ദൈവത്തെ നാം അറിഞ്ഞത്. അവന്റെ കൃപയാൽ മാത്രം. അതല്ല എങ്കിൽ ഞാൻ ജനിച്ച കൂട്ടത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ചു, എന്നാൽ പലതേയും ഈ ലോകത്തിൽ ഇപ്പോൾ കാണാനില്ല. എപ്പോഴോ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു എങ്കിൽ അവന്റെ ഇനിയും പല പദ്ധതികൾ നമ്മളിലൂടെ വെളിപ്പെടുവാനുണ്ട്. അത് വെളിപ്പെടുത്തുവാനാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഇവിടെ ദൈവം ശേഷിച്ചിരിക്കുന്നത്. ഈ മെസ്സേജിനാൽ ദൈവം നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.